ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം. ലളിതാ സഹസ്രനാമം 14 അധ്യായമായിട്ട് തിരിച്ചതിലെ 13ാമത്തെ അധ്യായം. വളരെയധികം ഈ അധ്യായങ്ങളിൽ ഏറ്റവും വലിയ അധ്യായമാണിത്. അതിന്റെ അവസാന ഭാഗത്തേക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഒരു സംക്ഷിപ്ത രൂപമാണ്, അതായത് എല്ലാ നാമങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അതിപ്പോ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഓരോ നാമങ്ങളായിട്ട് എടുത്ത്, പിന്നെ നാമത്തിന് വലിയ വിശദീകരണത്തിന്റെ ആവശ്യം വരില്ല, എങ്കിലും നാമങ്ങൾ കണ്ട് നമ്മളിത് പൂർത്തീകരിക്കും. അപ്പൊ നമ്മൾ വിപ്രപ്രിയ എന്നുള്ള നാമത്തിലാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. അപ്പൊ വിപ്രപ്രിയ എന്ന് പറഞ്ഞാല് ബ്രാഹ്മണൻ, 4 കാറ്റഗറി ബ്രാഹ്മണരെയാണ് നമ്മൾ പറയുന്നത്. ബ്രാഹ്മണ ബീജത്തിൽ നിന്ന് പിറന്നത്, ബ്രാഹ്മണന്റെ ആഗ്രഹം കൊണ്ടുണ്ടായത്, ശരിക്കും ബ്രഹ്മത്തെ അറിയാൻ ചരിക്കുന്നവര്, ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ജന്മം, ഉപനയനം, മന്ത്രദീക്ഷ തുടങ്ങിയത് കിട്ടുമ്പോൾ ഉള്ളത്. അപ്പൊ അങ്ങനെ 4 തരത്തില് ബ്രാഹ്മണരെ പറയുന്നുണ്ട്. അപ്പൊ സന്യാസി എന്ന് പറഞ്ഞാല് 64 പിണ്ഡം വെച്ച് എല്ലാ ഋണങ്ങളിൽ നിന്ന് ആത്മപിണ്ഡം വെച്ച് സന്യാസം സ്വീകരിക്കുന്നു. സമ്യക്കായിട്ട് നസിച്ച് ഉള്ള ആളിനെയാണ് സന്യാസി. അപ്പൊ സന്യാസി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ശവം അല്ലെ, എല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈ നമ്മുടെ എല്ലാം ചൈതന്യത്തിന് എല്ലാം അർപ്പിച്ചു, സകല കലകള് അല്ലെ, ശരീരത്തില് 64 പിണ്ഡമാണ് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 64 കലകളുണ്ട് അല്ലെ, ഇതിനെല്ലാം ഭഗവാന്റെ കലകള് നമുക്ക് തന്നതിന് തിരിച്ച് സമർപ്പിക്കുകയാണ് പിണ്ഡം വെക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ പിന്നെ എന്താ ഉള്ളത്, ഒരു ശവം മാത്രം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ സന്യാസിയെ നടക്കുന്ന ശവം എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ അവരെ മംഗളകർമ്മങ്ങൾക്ക് സാധാരണ പണ്ട് കാലങ്ങളിൽ ക്ഷണിക്കാറില്ലായിരുന്നു. ഇപ്പൊ പുതിയ നാമം കിട്ടും അവർക്ക് സന്യാസം വെച്ച്. അവരുടെ പഴയ നാമം, അവരുടെ പൂർവാശ്രമത്തിലുള്ള നാമം പോയിട്ട് അവർക്ക് പുതിയ നാമം കിട്ടും. ദശനാമി, ഗിരി, പുരി, ആനന്ദ, സരസ്വതി തുടങ്ങിയ പുതിയ ആളായിട്ട് മാറുകയാണ്. 2ാം ജന്മം. അപ്പൊ അജ്ഞാന ജന്മത്തിൽ നിന്ന് ഒരു ജ്ഞാന ജന്മത്തിലേക്കുള്ള മാറ്റം, അതാണ് സന്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ വിപ്ര, ശ്രോത്രിയൻ. വിപ്രൻ എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങൾ, ആ ഒരു സർവ്വശാസ്ത്രങ്ങളും പഠിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളിനെയാണ് വിപ്രൻ എന്ന് പറയുന്നത്. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ പഠിച്ച ജ്ഞാനം, അതായത് അനുഭവജ്ഞാനത്തിൽ മാത്രം ജീവിക്കുന്നവൻ ശ്രോത്രിയൻ. രമണ മഹർഷിയെ പോലെയുള്ള ആ ഒരു ഉയർന്ന തലത്തിലുള്ള സന്യാസിമാരെയാണ് അങ്ങനെ പറയുന്നത്. വിശ്വഗ്രാസ, അമ്മയുടെ പേരാണ്. അതായത് ഈ ഉലകത്തെ, ഈ പ്രപഞ്ചത്തെ വിഴുങ്ങുന്നവൾ. ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാല് ശരിക്കും 8 ഉരുള ചോറ് കഴിക്കണം എന്നാ പറയുന്നത്. കാരണം സൂര്യനെ ചുറ്റി 2.5 കോടി ഗോളങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതില് ജീവരാശികൾ ഒന്നും തന്നെ ഇല്ല. പല ബ്രഹ്മാണ്ടങ്ങള് തന്റെ ശക്തി ഒഴിച്ച് വെറും പൂക്കുറ്റിയെ പോലെ ആ ഒരു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊന്നും ഇല്ല. ഇപ്പൊ സ്പേസ് ക്രാഫ്റ്റ് നോക്കിയാല് ഈ ഭൂമി ഒരു കടുകുമണിയാണ്. അപ്പൊ വിശ്വത്തെ മുഴുവൻ വിഴുങ്ങുന്നവൾ വിദ്രുമാഭ. അമ്മയുടെ നിറം എന്താ, പവിഴവർണ്ണം അല്ലെ, ചുവന്ന നിറം. ആ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചുവപ്പ് നിറമാണ്. വൈഷ്ണവി, വിഷ്ണുവിന്റെ മാതാവ് എന്ന് പറയുന്നുണ്ട്, വിഷ്ണു സഹോദരി എന്ന് പറയുന്നുണ്ട്, സഹധർമ്മിണി എന്ന് പറയുന്നുണ്ട്. വിഷ്ണുവും പരാശക്തിയുമാണ് സ്ഥിതി പാലിക്കുന്നവര് അല്ലെ. പരമശിവൻ എന്ന് പരമശിവൻ, ഭവാനി, ദുർഗ, കാളി സ്ത്രീരൂപം, വിഷ്ണു പുരുഷരൂപം. അപ്പൊ പരമശിവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുരുഷ തത്വം. ഇപ്പൊ ഭവാനി, ദുർഗ, കാളി എന്നെല്ലാം സ്ത്രീ രൂപമാണ് എന്ന് നമ്മൾ പറയണു. വിഷ്ണു പുരുഷരൂപം. അപ്പൊ ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലായിടത്തും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയണു ശിവനും ശക്തിയും രണ്ടല്ല. എന്നപ്പോ ശിവനും ശക്തിയും വിഷ്ണുവും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലായിടത്തും ഇരിക്കുന്നവൾ, എല്ലാം ഒരിക്കല് ശക്തി തത്വത്തിൽ തന്നെയാണ് ലയിച്ചു ചേരുന്നത്. അയോനി, യോനി നിലയ. അയോനി എന്ന് പറഞ്ഞാല് കാര്യകാരണങ്ങളില്ലാത്ത അവസ്ഥ, കോസ് ആൻഡ് എഫക്റ്റ് അല്ലെ. എന്താണ്, അതിനൊരു കാരണമില്ല, കാര്യവും ഇല്ല. അപ്പൊ കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, മൂലപ്രകൃതി തനിയെ ഇരിക്കുകയാണ്. അപ്പൊ അതിന് നാമരൂപങ്ങളില്ല. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ധ്യാനിക്കുന്നു അങ്ങനെ അത് ഉരുത്തിരിഞ്ഞു വരും. യോനി നിലയ. യോനി നിലയ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ ഹ്രീംകാര നമുക്കറിയാം, ആ ഒരു ഹകാര രകാര അല്ലെ, ഹകാര ഇകാര രകാര, അതെ, ആ ഊ മ. അപ്പൊ ഇതിൽ ഓം എന്ന് പറയുന്നത് തന്നെയാണ് ബിന്ദുരൂപം. അപ്പൊ ആ ഒരു എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് അല്ലെ, പരാശക്തിയുടെ ആ ഒരു സ്വരൂപം. അപ്പോ ആ ഓംകാരത്തിൽ നിന്ന് തന്നെയാണ് ഹ്രീംകാരം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനെ ശക്തി പ്രണവം എന്ന് പറയണു. അപ്പൊ പരാശക്തിയുടെ മായാസ്വരൂപമാണത്. കാരണം ആ ഒരു എന്താ പറയാ,
ആ എന്താണോ എല്ലാത്തിനും കാരണമായിരിക്കുന്നത്, അപ്പൊ അത് കാര്യമായിട്ട് വരുമ്പോൾ കാരണമായിരിക്കുന്ന ശിവനിൽ നിന്ന് കാര്യമായിരിക്കുന്ന ദേവി ശക്തി സ്വരൂപിണിയായിട്ട് പുറത്തേക്ക് വരുന്നു. കൂടസ്ഥ കുളരൂപിണി, ഏത് രീതിയിൽ പൂജ ചെയ്താലും അക്സെപ്റ്റ് ചെയ്യുന്നവളാണ് ദേവി. കൗള പൂജയിൽ താല്പര്യമുണ്ട് അമ്മയ്ക്ക്, ദേവി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോൺസ് അല്ലെ, ആ ഒരു ഹോർമോൺസ് നില, DNA എല്ലാം ഉണ്ടാകും. അപ്പൊ പ്രപഞ്ച സത്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലിരിക്കണം. അപ്പൊ നമുക്ക് ദേവിയുമായിട്ട് കണക്റ്റഡ് ആവും. ദേവിയെ അറിയും തോറും നമ്മള് ജ്ഞാനിയും വിപ്രനും ഒക്കെ ആയിട്ട് മാറും അല്ലെ. അയോനി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജന്മസ്ഥലം. അപ്പൊ ആ യോനി നിലയ, അപ്പൊ എല്ലാവരുടെയും ആ ഒരു ലയന സ്ഥാനം ശക്തിയിൽ തന്നെയാണെന്ന് പറയണം. അപ്പൊ ശക്തിയിൽ ലയിക്കണു. ഭൂമി തത്വമാണ് ജനനത്തിന് കാരണം, തിരിച്ച് ലയനവും ഈ ഭൂമി തത്വത്തിൽ തന്നെയാണ്. അപ്പോ ഭൂമി ദേവി എന്ന് പറയുന്ന ആരാ? പരാശക്തി തന്നെയാണ്. അതുകൊണ്ടാണ് ഭൂമിയെ നമ്മള് മാതൃത്വം, ഭൂമിയെ അമ്മയായിട്ട് കാണുന്നത് അല്ലെ. ഇവിടുന്ന് വരുന്ന എന്തിട്ടാലും മുളച്ചു വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, നമ്മുടെ സ്ഥൂല ശരീരത്തിന് കാരണമായിരിക്കുന്നത് ഈ ഭൂമി തന്നെയാണ്. ഭൂമിയെ മാതാവായിട്ട് കണ്ട് തൊട്ട് നെറുകയിൽ വെക്കണം എന്ന് പറയാൻ കാരണം നമ്മുടെ ചവിട്ട് അല്ലെ, നമ്മൾ കൊടുക്കുന്ന എല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലെ, നമ്മൾ ഭൂമിയെ എങ്ങനെയൊക്കെയാണോ നശിപ്പിക്കാവുന്നത്, സാധാരണ വിഷനാശിനികളൊക്കെ അടിക്കുന്നു അല്ലെ, ഭൂമിയെ എന്താ പറയാ ഇതിൽ ഒഴുകുന്ന അരുവികളെയൊക്കെ അടയ്ക്കുന്നു, അതിൽ എന്താ പറയാ മോശം സാധനങ്ങൾ കൊണ്ടിടുന്നു ഇല്ല, എല്ലാം പൊല്യൂട്ടഡ് ആക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ ശരീരത്ത് തന്ന തത്വമാണ്, തിരിച്ചു ലയിക്കേണ്ടതും ഈ ഭൂമി ദേവിയാകുന്ന പരാശക്തിയിലാണ്. വീരഗോഷ്ഠി പ്രിയ, പശുന്യാദി വാഗ്ദേവതകൾ അഷ്ടസിദ്ധികൾക്ക് സമാണ്. ഇപ്പൊ വീരന്മാരെന്ന് പറഞ്ഞാൽ പുകഴ്പെറ്റവർ അല്ലെ, ജിതേന്ദ്രിയർ, അവരാണ് വീരര്. ഷഡ് വൈരികളെ ജയിച്ചവര്, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞവര്, ഇവർക്കെല്ലാം വീരസ്വർഗമാണ് പറയുന്നത്. ഗോഷ്ഠി എന്ന് പറഞ്ഞാല് സംഘങ്ങൾ, വീരന്മാരുടെ ഉപാസകരുടെ സംഘം. ഉപാസകര് ഉപാസനാമൂർത്തിയുടെ അടിമയാണ് ഇല്ലേ. അപ്പൊ സദാ ആ ശക്തിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ഭയമില്ലാത്തവർ, ഉപാസനാമൂർത്തി തങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവർ. ഓരോ ദേവി ഉപാസകനും നമ്മളെ ഉറച്ചു വിശ്വസിച്ചോളും. വേറെ ഏത് ദൈവത്തിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പരാശക്തി ആശ്രയിക്കുന്നവർക്ക് ആ ഒരു ഒറ്റ സോഴ്സ് മതി ഇല്ലേ. ദേവിയാണ് ഇതെല്ലാമായിട്ടിരിക്കണമെന്ന് കണ്ടാല് ദേവിയെ ആശ്രയിക്കുന്നവരാണ് ഉയർന്ന ഉപാസകരെന്ന് പറയാം. നൈഷ്കർമ്മ്യ, നിഷ്കർമ്മ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ജന്മം കൊടുക്കുന്നവൾ. അപ്പൊ പാപകർമ്മം പുണ്യകർമ്മം അതിനനുസരിച്ചുള്ള ജന്മം ഇല്ലേ, അതിനനുസരിച്ച് കൊടുക്കുന്ന ജന്മം എന്താ? അതിനെയാണ് നിയതി. അപ്പൊ പാപകർമ്മങ്ങള് എന്താ പറയാ ചെയ്തവര് നീചയോനികളില് മഹാരോഗങ്ങള്, ഊമയായിട്ട്, അന്ധനായിട്ട്, ബധിരനായിട്ട്, ശരീര ദുഃഖങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നിഷ്കാമ കർമ്മങ്ങൾക്ക് മോക്ഷമാണ്, പിറവി ഇല്ലാത്ത അവസ്ഥ. നാദരൂപിണി, നാദം എന്ന് പറഞ്ഞാൽ ബിന്ദു കല, ആ ഒരു 3 തത്വങ്ങൾ. നാദം ബിന്ദു കല. ഇപ്പൊ തത്വം എന്ന് പറഞ്ഞാൽ നാദം മന്ത്രത്തിൽ ഇരിക്കണു എന്നാ പറയണം. മകാരം ഉള്ള എല്ലാ മന്ത്രത്തിലും നാദമുണ്ട്. 9 മാത്രകളാണ് നാദം. മഹത്തത്വം, യോഗികൾക്ക് കുണ്ടലിനി യോഗം കൊണ്ട് നാദത്തെ അറിയാൻ സാധിക്കും. ഓം ഹ്രീം ഇതിലെല്ലാം തന്നെ മകാരം ഉണ്ടല്ലേ. ഇപ്പൊ ഭ്രൂമത്യം ആജ്ഞാചക്രത്തില് സർവാനന്ദമയ ചക്രം, അവിടെ നിന്നാണ് ബിന്ദു, നാദം, നാദാന്തം, കല, അർത്ഥചന്ദ്രൻ, രോധിനി, ശക്തി, വ്യാപിനി, ഉന്മിനി, മനോന്മനി, സമിനി തുടങ്ങിയിട്ടുള്ള ദ്വാദശാന്തം വരെ നാദത്തിന് 9 കലകളാണ് പറയുന്നത്. അപ്പോ മണി ഒച്ച എന്ന് പറഞ്ഞാൽ എന്താ? അതും നാദമാണ്. വീണ നാദമാണ് അല്ലെ. ഈം എന്ന് പറയുന്ന എല്ലാം നാദമാണ്. ഇപ്പൊ ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഉയർന്ന തലത്തിലുള്ള ഈശ്വരന്റെ നാദം. അപ്പൊ ഹൃലേഖ സ്വരൂപം ബൈന്ദ, ആ ഒരു ബൈന്ദവാസന എന്ന് പറഞ്ഞാൽ എന്താ? ബിന്ദുവിൽ ഇരിക്കുന്നവൾ, ബിന്ദു സ്വരൂപമായിട്ടിരിക്കുന്നവൾ. അപ്പോ ആ ഒരു ബിന്ദു സ്വരൂപമായിട്ട് ബൈന്ദവ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഇല്ലേ, കൈലാസം എന്ന് പറയുന്ന സഹസ്രാര പത്മം. അപ്പൊ ഓം ജപിക്കുമ്പോ മൂലാധാരത്തിൽ തുടങ്ങി അകാരം ഉകാരം മകാരം ഉണർത്തി ആ ഒരു എന്താ പറയാ ആ എന്ന് പറയുന്ന അതിനെ എന്താ പറയാ ഏറ്റവും മുകളിലത്തെ ചക്രത്തിലെത്തി അവിടെ നിന്ന് ഈം എന്നുള്ള ശബ്ദത്തില് സഹസ്രാരത്തിൽ എത്തണം. അപ്പോ ആ ഊ മ അല്ലെ, അപ്പൊ ആ രാ മ എന്ന് ഉള്ള രീതിയിൽ ആ ഓരോ ചക്രങ്ങളെ കടന്നിട്ട് ഈം എന്നുള്ള ശബ്ദത്തില് ആ ഒരു സഹസ്രാരത്തിൽ ലയിച്ചു ചേരുകയാണ്. അപ്പൊ നാദരൂപിണി ദേവി ശങ്കരി അല്ലെ, ശങ്കരനെ പ്രാപിക്കുന്നവൾ ശങ്കരി. ഇപ്പൊ ജീവി എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മ, പരമാത്മ. മനുഷ്യന്റെ ഉയർച്ച എന്ന് പറയുന്നത് ആദ്യം ജീവിയായിട്ട് ജനിച്ച് ജീവനെ മനസ്സിലാക്കി ആത്മാവാണെന്ന് അറിഞ്ഞ്
പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു. ഇതാണ് മനുഷ്യന്റെ ആ ഒരു പടിപ്പടിയായിട്ടുള്ള യാത്ര. ഇപ്പൊ വിജ്ഞാന കലന കല്യ വിദഗ്ധ ബൈന്ദവാസനായേ നമ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ 14 തത്വങ്ങൾ ചേർന്ന വിശേഷമായ ജ്ഞാനം. 14 കലകള് വിജ്ഞാനത്തില്, 14 വിദ്യകൾ ഉപാസകർക്ക് കൊടുക്കുന്നവൾ, ദശമഹാവിദ്യകള് അല്ലെ. ലളിതാ സഹസ്രനാമത്തിന് 14 അധ്യായങ്ങളാണ്. ഇപ്പൊ കല്യ എന്ന് പറഞ്ഞ കല എന്ന് പറഞ്ഞ ജീവൻ, എല്ലാം എന്താ പറയാ, ഫൈൻ ആർട്സിനെ കുറിക്കുകയാണ്. കലയ്ക്ക് അധിപതിയായിരിക്കുന്ന ചന്ദ്രൻ. അപ്പൊ ഔഷധി ഉത്പത്തി ചെയ്യുന്നവൻ സോമൻ. അപ്പൊ സോമരസത്തിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി. ആ ഒരു വിദഗ്ധ, വളരെ കഴിവുള്ളവൾ. കല്യ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ ഉഷകാലം, അതായത് ആ ഒരു ബ്രഹ്മ മുഹൂർത്തം, ഉത്തമകാലം, ആത്മാവ് ബിന്ദുസ്ഥാനം, മനുഷ്യന്റെ ഭ്രൂമത്യം, തിലകം വയ്ക്കുന്നത് അവിടെയാണ് നമ്മൾ ഇല്ലേ. ശ്രീചക്രത്തില് 43 ത്രികോണങ്ങളുടെ മുകളില് സർവാനന്ദമയ ചക്രത്തില് കാമേശ്വരനോട് ചേർന്ന് കാമേശ്വരിയായിരിക്കുന്ന ദേവി ഇല്ലേ. ബൈന്ദവാസന, ത്രികോണത്തില് ത്രികോണാന്തര ദീപിക. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ, നമുക്ക് ഈ പ്രധാനമായിട്ട് നമ്മൾ എല്ലായിടത്തും ത്രികോണമാണ്. നമ്മുടെ ഈ ഷഡ്ചക്രങ്ങളെല്ലാം തന്നെ ത്രികോണ രൂപത്തിലാണ്. പക്ഷെ ഭ്രൂമധ്യത്തിലുള്ള ത്രികോണം എന്ന് പറയുമ്പോൾ ബിന്ദു, പൊട്ടിടുന്നത് അല്ലെ, ബിന്ദുവിൽ വാസം ചെയ്യുന്നവൾ. ഇവിടെ തൊടുമ്പോൾ ദേവിയുടെ പാദസ്പർശനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ, ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വരുംകാലത്തെ കാണാൻ അല്ലെ, ആ ഭൂതം ഭാവി വർത്തമാനം എല്ലാത്തെ അറിയാനുള്ള ആ ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ ആജ്ഞാചക്രം. ആജ്ഞകൾക്ക് കൊടുക്കാൻ പറ്റുന്ന അധികാരത്തോടു കൂടിയ. ഇപ്പൊ നമ്മളെ പറയില്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. അതുപോലെ തന്നെയാണ് 18 പടികൾ കയറി ആ ഒരു തത്വമസി മഹാവാക്യത്തെ അറിയുന്ന അയ്യപ്പ തത്വം. ഇതെല്ലാം തന്നെ ആ ഒരു ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിന് മേളിലായിട്ട് വരും. അപ്പൊ തത്വത്തിന് അധിപതിയായിട്ടിരിക്കുന്നവൾ അയ്യപ്പൻ, 5ന്റെയും അപ്പനായിട്ടിരിക്കുന്നവൻ അല്ലെ. 5 എന്ന് പറഞ്ഞാൽ എന്താ, 5 ആധാരങ്ങളെ കടന്ന് 6ാമത്തെ ആധാരത്തിൽ ഇരിക്കുന്നത്. അപ്പൊ തത്വം എന്ന് പറഞ്ഞാല് ദേവി ഉപാസനയില് സൃഷ്ടി മുതൽ പ്രളയം വരെ നശിക്കാത്തതായിട്ടുള്ള തത്വങ്ങൾ. തത്വം എന്ന് പറഞ്ഞാൽ ശക്തി. ഇപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ തത്വമല്ല, ആ ഒരു മല തത്വമല്ല. ജ്ഞാനം എന്ന് പറയുന്നത് ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ജ്ഞാനം ഒരു തത്വമാണ്. ആ ഒരു മായാ തത്വം, ശാക്തേയത്തിലെ 36 തത്വങ്ങള്, ശൈവത്തിലെ 24 തത്വങ്ങള്. അപ്പൊ അൾട്ടിമേറ്റ് ആണ് ശാക്തം എന്ന് പറയുന്നത്. ഇപ്പൊ കൈലാസത്തില് 36 പടികളുണ്ടെന്നാണ് പറയുന്നത്. അതിനു മുകളില് ശിവശക്തി സ്വരൂപം, പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പ്രകൃതി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, 24 എന്ന് പറയുന്ന 24 ശിവജ്ഞാനം. ബുദ്ധി തത്വമല്ല, ഒരു ദേവിയാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു മഹാഗണപതിയുടെ 2 സൈഡിൽ ഇരിക്കുന്നത് ബുദ്ധി, സിദ്ധി. സദ്ബുദ്ധിയാണ് ആ ഈശ്വര തത്വങ്ങളെ അറിയിക്കുന്നത്, ബ്രഹ്മത്തെ അറിയാനുള്ള ബുദ്ധി അല്ലെ. അപ്പൊ ആ ഒരു ആനന്ദത്തിൽ നിന്ന് മനസ്സ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താ, നമ്മൾ ഉപയോഗിക്കുന്ന അന്നമാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഹാരം കുക്ക് ചെയ്ത്, നമ്മൾ വേവിച്ച ഭക്ഷണം ഇല്ലെങ്കിൽ പച്ച ഭക്ഷണം ഏതും ഉപയോഗിക്കുന്നതിന് മുമ്പേ ഓം ഭൂർ ഭുവ സുവ എന്നുള്ള മന്ത്രം ജപിച്ച് ശുദ്ധമാക്കണം. ഗായത്രി മന്ത്രം കൊണ്ട് ശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാരണം, ഇനിയുള്ളത് വിദ്യാതത്വങ്ങളാണ് 7 അല്ലേ. മായ, കല, അവിദ്യ, രാഗം, കാലം, നിയതി, പുരുഷൻ. അങ്ങനെ ശിവതത്വങ്ങള് ഇനിയുള്ള 5 ശിവൻ, ശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. അപ്പൊ ജലം ആചമനം ചെയ്യുന്നത് എന്താ, ഈ തത്വങ്ങളെ എല്ലാം ശുദ്ധീകരിക്കാനാണ് അല്ലേ. ആത്മതത്വായ സ്വാഹ, വിദ്യാതത്വായ സ്വാഹ, ശിവതത്വായ സ്വാഹ, സർവതത്വേഭ്യോ സ്വാഹ. ഈ 36 തത്വങ്ങൾ എവിടെയാ, നമ്മുടെ ഉള്ളില്. ഓരോ ജലം നമ്മുടെ കയ്യിലെടുത്ത് ഈ മന്ത്രങ്ങൾ ജപിച്ച് ആചമിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുക, ചുണ്ടില് തൊടാതെ വായിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ ഈ തത്വങ്ങൾ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനി. അപ്പൊ സത്ത് ചിത്ത ആനന്ദം ബ്രഹ്മസ്വരൂപമാണ്. തത്ത് എന്നാല് ശിവൻ പ്ലസ് ത്വം എന്ന, അതായത് നീ തന്നെ ഞാൻ, നീ ഞാൻ അല്ലെ. അപ്പൊ ആ ജീവാത്മാവ് നീയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്, ഇവരെ രണ്ടുപേരെയും ചേർക്കുന്ന ഒരു ശക്തിയാണ് തത്വമസി. അപ്പൊ ദേവിക്ക് തത്വമയി അല്ലെ. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള സത്യമെന്ന അജ്ഞാനത്തില് നമ്മൾ അറിയുന്നില്ല, ജ്ഞാനത്തിൽ മാത്രമേ അറിയുള്ളൂ അല്ലെ. അപ്പൊ ദേവിയില് പൂർണ്ണ വിശ്വാസം വേണം. തത്വം അർത്ഥസ്വരൂപിണിയെ നമാന്ന് ജപിക്കണം. ഇതെല്ലാം ദേവി ഉപാസനയിലെ വഴികളാണ്. ഈ 1000 നാമങ്ങളും ദേവിയിൽ എത്താനുള്ള പല പല വഴികളാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ജപിച്ചാൽ പോലും അർത്ഥം അറിഞ്ഞ് ജപിച്ചാല് ആ ഉപാസകന് അല്ലെങ്കിൽ ആ ഭക്തന് ദേവിയില് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ദേവി ഉപാസന 6 പേരിലാണ് അറിയപ്പെടുന്നത്. വർണ്ണം, പദം,
മന്ത്രം, കാലം, തത്വം, ഭുവനം. അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? സഹജ സമാധി, സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, സംപ്രജ്ഞ സമാധി, പിന്നെ അസംപ്രജ്ഞ സമാധി. ഇങ്ങനെ സമാധികൾ പല വിധത്തിലുണ്ട്. എന്നാൽ ആത്മാവ് ശിവതത്വത്തിന് മുകളിൽ എത്തുമ്പോൾ ദേവിയുടെ പേര് ചിന്മയി. അതൊരു നിലയാണ്. അപ്പൊ ശിവതത്വത്തിന്റെ മേളില് ദേവിയുടെ ശക്തി അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രജ്ഞ സമാധി നില എന്ന് പറയുന്നത്. ഇത് ദേവിയാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം പരാശക്തി ആ ഒരു ഒന്നായ പരാശക്തി രണ്ടായിട്ട് പിരിയും. അപ്പൊ ആ ഒരു പ്രകാശകൃതമാണ്, രൂപമില്ല. രണ്ടാമത്തെ നില ആത്മശിവ തത്വത്തോട് ഐക്യമായിട്ട് അവിടെ ഇരിക്കും. എന്നാൽ ദേവി മാത്രം അതിന് മുകളിൽ പോകും. ഇപ്പൊ നിർദ്വൈത ഭ്രമരൂപ, യന്ത്രം, മന്ത്രം, തന്ത്രം, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവതിയെ എന്താ പറയാ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 36 തത്വങ്ങൾ കടക്കണം മനസ്സുകൊണ്ട്. ഇപ്പൊ അസംപ്രജ്ഞ സമാധിയില് ശിവതത്വത്തിന് മുകളിൽ പോകാതെ ഇരിക്കുന്ന നില അല്ലെ. അതായത് തത്വമർത്ഥ സ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. അപ്പൊ പല ജന്മ ഭാഗ്യമാണ് ദേവി ഉപാസന എന്ന് പറയുന്നത്. അനേക ജന്മങ്ങളിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ദേവി ഭക്തയോ ഭക്തനോ ആകാൻ സാധിക്കുള്ളൂ. വളരെ ശക്തവും രഹസ്യവുമാണ് ഈ ദേവി ഉപാസന. തത്വങ്ങളും അർത്ഥവും അത് പറഞ്ഞു തരുന്നതും എന്താ പറയാ ആ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്ന്. ഈ മഹാമന്ത്രങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. അഷ്ടസിദ്ധികളും ലക്ഷ്മികളും എല്ലാം നമ്മുടെ ഉള്ളിലാണ്. പ്രപഞ്ചത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരം ഇല്ലേ. പഞ്ചഭൂത നിർമ്മിതാണ് പ്രപഞ്ചം. അതുപോലെ തന്നെയാണ് പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരവും. ശിവമില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനും ഇല്ല. അപ്പൊ ശരീരം, ശക്തി, ശിവം, ആത്മാവ്, ഇത് അറിയണം. ആത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വൻ, സർവവ്യാപി. ശരീരത്തിന് ഡാമേജ് വന്നാൽ ആത്മാവ് അവിടെ ഇരിക്കില്ല. ആര്യൻ, ശ്രുതി, സ്മൃതി, പുരാണമുള്ളവര്. അപ്പൊ ഭാരത വംശം എന്ന് പറഞ്ഞാൽ പുണ്യവംശമാണ് അല്ലെ. ആ ഒരു വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നവർക്ക് അനേക ജന്മത്തെ തപസ് കൊണ്ട് ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ സാധിക്കുള്ളൂ. എത്രയോ വെസ്റ്റേണേഴ്സ് ആണ് നമ്മുടെ ഭൂമിയെ ഇഷ്ടപ്പെട്ട് വരുന്നത്. എന്തുകൊണ്ടാ? അവര് അനേക ജന്മങ്ങൾ ഇവിടെ ജനിച്ചവരായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന് ഈ കൾച്ചറിൽ താല്പര്യം തോന്നി അവരെത്തില്ല. എത്രയോ നമുക്കറിയാം, ഫോറിനേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു നിഷ്ഠയോടുകൂടി ഇതൊക്കെ പിന്തുടരുന്നത്. അപ്പോ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സ്ഥൂല ശരീരത്തിലെ രോഗങ്ങള് ഔഷധ സേവ കൊണ്ട് ഇല്ലാതാക്കാം. എന്നാൽ സൂക്ഷ്മ ശരീരത്തിലെ എന്താ പറയാ പറ്റിയിരിക്കുന്ന അഴുക്കുകള് അല്ലെ, കറകള് എല്ലാം യോഗം, ധർമാനുഷ്ഠാനം, പൂജ, മന്ത്രജപം ഇതെല്ലാം ചെയ്ത് ശുദ്ധമാക്കണം എന്ന്. ശരിക്കും എങ്ങനെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധമാക്കാം എന്നറിയുന്ന മാർഗങ്ങളാണ് ശക്തി ഉപാസന. ഇപ്പൊ ശുദ്ധമായാൽ എന്താ? സ്ഥൂലവും ശുദ്ധമാകും. എന്നാൽ സ്ഥൂലം മാത്രം ശുദ്ധമായാൽ സൂക്ഷ്മം ശുദ്ധമാവില്ല ഇല്ലേ. ഔഷധത്തിന് കാരണം എന്താ? ആ രശ്മികളാണ് കാരണം. അതായത് ചന്ദ്രൻ, മനസ്സ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? മനസ്സിനാണ് വേണ്ടത്. ഇപ്പൊ മന ഏവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷഹേത. ഇപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞാൽ ചെടികള്, മരുന്നുകള് എല്ലാം തന്നെ ചന്ദ്രന്റെ സംഭാവനയാണ്. എന്നാൽ നമുക്ക് ആ ഒരു കെമിക്കൽസ് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ. അപ്പൊ അത് ഈ കെമിക്കലി ഇന്ന് നമ്മൾ ഔഷധികളെല്ലാം ചെടികളിൽ നിന്ന് ആയുർവേദത്തിനൊക്കെ ഇന്ന് പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഇന്നത്തെ കാലത്ത് വീണ്ടും കൂടുന്നുണ്ട്. എങ്കിലും നമ്മൾ കെമിക്കലായിട്ടുള്ള മരുന്നുകളാണ് കൂടുതലും കഴിക്കുന്നത്. അത് ശരീരത്തിന് പറ്റുന്നതല്ല. അപ്പം ആ ഒരു ചെടികള് അതുകൊണ്ടാണ് ആയുർവേദത്തിന് ഇത്ര ആയുർവേദം എന്ന് പറഞ്ഞത് വന്നത് തന്നെ യോഗികളുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ് അല്ലെ. തപസ് ചെയ്യുമ്പോൾ വരുന്ന രോഗങ്ങളെ ഇല്ലാതാക്കാൻ, ത്രിദോഷങ്ങള്, വാദപിത്ത കഫങ്ങളൊക്കെ ഇല്ലാതാക്കാനാണ് ആയുർവേദം എന്ന് പറയുന്ന ആചാര്യന്മാര് പണ്ട് കാലത്ത് കണ്ടുപിടിച്ചത്. സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിന്യ നമ. സാമഗാനം, സ മ എന്നീ 2 ബീജാക്ഷരങ്ങള് അഗ്നിദേവനെയും പരമേശ്വരനെയും കുറിക്കുന്നതാണ്. അപ്പൊ ഇവര് രണ്ടാലും പുകഴ്ത്തി പാടപ്പെട്ടവൾ. ദേവിക്ക് സാമഗാനം വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഭഗവാൻ ശിവന് ഭയങ്കര ഇഷ്ടമാണ് സാമവേദം അല്ലെ. സാമവേദം പാട്ടാണ്. അപ്പൊ സാമവേദം എന്നാല് വേദങ്ങൾ, അതായത് ദ്വാപര മധ്യം വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ദ്വാപര യുഗത്തിലെ മധ്യത്തിലാണ് വേദവ്യാസൻ വേദങ്ങളെ 4ആയിട്ട് തിരിച്ചത്. അപ്പൊ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു കോംപ്രമൈസ് ഇല്ലാതെ എല്ലാം പിരിയാൻ തുടങ്ങി. കാരണം അതുകൊണ്ട് ആ ഒരു ന്യൂക്ലിയർ ഫാമിലി ആരംഭിച്ചത് കുറെ കാലം മുമ്പാണ് ഇല്ലേ. വേദവ്യാസൻ എന്ന് പറയുന്നത് അദ്ദേഹം ചിരഞ്ജീവിയാണ്.
അദ്ദേഹം തന്റെ പഞ്ചഭൂത ശരീരം ആ ഒരു പ്രകൃതിയെ ഏൽപ്പിച്ചിട്ട് പോയി എന്നും എപ്പോ വേണമെങ്കിലും എവിടെയാണെങ്കിലും ഇല്ലേ ആവിർഭൂതനാകാമെന്നും പറയുന്നു. വേദവ്യാസൻ ഒരാളല്ല, പല പല കൽപ്പങ്ങളില് പല പല എന്താ പറയാ യുഗങ്ങളില് ഓരോ വേദവ്യാസനുണ്ട്. അപ്പൊ തന്റെ പ്രധാന 4 ശിഷ്യന്മാരോട് വേദത്തെ 4ആക്കാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ കാമം, ക്രോധം തുടങ്ങിയ ഷഡ് വൈരികളെ ജയിച്ചവർക്ക് മാത്രമേ ജ്ഞാനദൃഷ്ടി ലഭിക്കുള്ളൂ. ഇപ്പൊ വേദം 4ആയി പിരിച്ചതില് 100 എന്താ പറയാ ശാഖകളാണുള്ളത്. സാമവേദം, ആ ഒരു ഋഗ്വേദം തുടങ്ങി, അതായത് അഗ്നിയിൽ തീരുന്നത് ശിവത്തിലാണ് അല്ലെ. ആ ഒരു സാമത്തില് ശങ്കരാചാര്യ സ്വാമികളെ ദശനാമി സമ്പ്രദായത്തില് 10 എണ്ണം ഉണ്ടായി. അപ്പൊ ആ ഒരു വെസ്റ്റ് എന്ന് പറയുന്നത് ശാരദാ മഠത്തില് സാമവേദ മഹത്വം ഡെപ്പോസിറ്റ് ചെയ്തു. സാമവേദത്തിന്റെ സ്ലോഗനാണ് തത്വമസി, അസി തത്വം. അപ്പൊ ഞാൻ അതാണ്, അത് ഞാനാണ്. ദക്ഷിണ ഭാഗത്തില് യജുർവേദമാണ്. ആ ഒരു എന്താ പറയുക ഈസ്റ്റില് ആ ഒരു എന്താ ഋഗ്വേദം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ സൗത്തില് അഥർവവേദം. അപ്പൊ ദേവി സദാ സൗമ്യ അല്ലെ. അപ്പൊ ഈ അഥർവവേദത്തിന്റെ ക്യാപ്ഷൻ എന്താണ്? അയം ആത്മാ ബ്രഹ്മ. അപ്പൊ എല്ലാം അറിയുന്നവളാണ് ഭഗവതി അല്ലെ, സൗമ്യയായിട്ടിരിക്കുന്നവൾ. അപ്പൊ എല്ലാ അറിവ്, ഐശ്വര്യം, നിറവുമുള്ളവർക്ക് മാത്രമേ സൗമ്യമായിട്ടിരിക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയും. പാർവതി ദേവി സർവ ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ്, സദാശിവ കുടുംബിനിയാണ് അല്ലെ. അപ്പൊ പ്രപഞ്ചം തന്നെ ദേവിയുടെ കുടുംബമാണ്. അപ്പൊ അശ്വാരൂഢ, ശ്യാമളാദേവി, ശുദ്ധവിദ്യ, അടുത്ത് നിൽക്കുന്ന ദേവിമാര് ശിവന്റെ ആ ഒരു പ്രധാനപ്പെട്ട പേഴ്സണൽ ഫാമിലി മെമ്പേഴ്സ് ആണ്. പിന്നെയാണ് ഗണപതി, സുബ്രഹ്മണ്യൻ, പിന്നെ ഋഷിമുനിമാര് എല്ലാം ആ ഒരു മാനവകുലം. ഇപ്പൊ ദേവകുലം, ദാനവകുലം, അതായത് 3 കുലങ്ങള്. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് സദാശിവ കുടുംബം അല്ലെ, ദേവി കുടുംബിനി. സവ്യ അപസവ്യ മാർഗസ്ഥ സർവ ആപത് നിവാരിണി നമ എന്ന് പറയുമ്പോൾ സവ്യം അപസവ്യം എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും അതിന്റെ നടുക്കൂടെയുള്ള സഞ്ചാരം. നട്ടെല്ലെന്ന് പറയുന്ന ബാക്ക് ബോൺ അല്ലെ. ഇപ്പൊ തൃശൂലം, സത്യം, രജസ്, തമസ്, പരാശക്തി, ലക്ഷ്മി, സരസ്വതി, 2 നെർവ്സ്, ഇട എന്ന് പറയുന്ന ചന്ദ്രൻ, പിങ്കള എന്ന് പറയുന്ന സൂര്യൻ, നടുക്ക് അഗ്നി സ്വരൂപമായിരിക്കുന്ന സുഷുമ്ന. ഇപ്പൊ പരമേശ്വരൻ അഗ്നിയാണ്. നടുക്ക് നമ്മുടെ ശരീരത്തില് 2 എന്താ പറയാ മഹത് ശക്തികളെ ദേവി വിന്യസിച്ചിരിക്കുകയാണ്. ആ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ജയ വിജയ, ശരീരത്തിന്റെ 2 സൈഡായിട്ട് സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്ന ഇവര് സദാ ദേവി ഭക്തരെ രക്ഷിക്കുന്നു. ഈ ജയ വിജയ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവി ഭാഗവതം പറയണു അമ്മയുടെ 2 തോഴിമാരാണ് ജയ വിജയമാര്. ഇപ്പൊ സമാധി, ഇപ്പൊ സുദർശൻ എന്നിവരിൽ നിന്ന് ആ ഒരു സുദർശൻ എന്നിവരില് സുദർശൻ എന്ന ദേവി ഉപാസകന് ഈ 2 ശക്തികളെയും ദേവിയുടെ ശക്തി സൈന്യത്തെയും കാണാൻ പറ്റിയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ സവ്യാപസവ്യ മാർഗസ്ഥ ദേവി ഉപാസനയില് ആ ഒരു വാമം ദക്ഷിണം എന്ന് പറയുന്ന 2 ആചാരങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സർവ്വ ആപത് നിവാരണിയാണ് അമ്മ. നമ്മുടെ ശരീരം കർമ്മശക്തി കൊണ്ട് അധീനമാണ്. ദേവി ഉപാസകന് വലിയ പ്രശ്നങ്ങൾ പോലും ദേവി നിസാരമാക്കി മാറ്റിക്കൊടുക്കും. കാമക്രോധാദികളെ ദേവി ഇല്ലാതാക്കും. അപ്പൊ ദേവി അയക്കുന്ന 2 ശക്തികളെ ജയ വിജയ അത് നമ്മളെ രക്ഷിച്ച് നമ്മുടെ സുഷുമ്നയിലൂടെ സദാശിവനില് എത്തും. ഇത് ശക്തി ഉപാസനയിൽ മാത്രം ഉള്ളതാണ്. ഇപ്പൊ കൗളം, സമയം എന്ന് 2 ആചാര സമ്പ്രദായങ്ങളുണ്ട്. എപ്പോ ദേവിയിൽ മനസ്സ് വെക്കുന്നു അപ്പം മുതൽ ദേവി നമ്മളെ രക്ഷിക്കാൻ തുടങ്ങും. അപ്പൊ സ്വസ്ഥ, സ്വഭാവ മധുര, ധീര, ധീരസമർച്ചിത. അപ്പൊ ദേവി സ്വസ്ഥയാണ് അല്ലെ. മൂലപ്രകൃതി മണിദ്വീപില് ആ ഒരു സോളിറ്റ്യൂഡ്, ആർക്കും എത്താൻ പറ്റാത്ത സ്ഥലത്ത് ദേവിയെ ഉപാസിക്കുന്നവർക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അതായത് സ്വസ്ഥത, മനസ്സമാധാനം ഇല്ലേ, അത് ലഭിക്കും. എന്തുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താന്ന്. ആ മനസ്സമാധാനത്തെ, സ്വസ്ഥതയെ തരുന്നവൾ. സ്വഭാവ മധുര, നല്ല മധുരമായിരിക്കുന്ന സ്വഭാവം, മധുര മീനാക്ഷിയായിട്ടിരിക്കുന്നവൾ അല്ലെ. ധൈര്യശാലികൾ, ബുദ്ധിശാലികളാൽ അർച്ചന ചെയ്യപ്പെടുന്നവൾ. ഇപ്പൊ വ്യാസൻ, അഗസ്ത്യൻ, ശിവൻ പോലും അർച്ചിക്കുന്നവളാണ് ദേവി അല്ലെ. നിർമ്മല ഭക്തിയുള്ളവന് മാത്രമേ അതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഉദാഹരണം, മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞാൽ ഭക്തി അല്ലെ. ആ ഒരു പ്രാണായാമം മനസ്സിൽ സ്വസ്ഥത കൊടുക്കുന്നു പറയണു. അപ്പൊ ആ ഒരു അവയർനെസ്സോടെ ചെയ്യുമ്പോൾ പ്രാണായാമം കുണ്ടലിനിയെ ആ ഒരു സഹസ്രാരത്തിൽ എത്തിക്കും. പ്രാണൻ ശരീരത്തിൽ സദാ മൂലാധാരം മുതൽ സഹസ്രാരം വരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണു അല്ലെ. പ്രമാദ, പ്രമാണം, പ്രമേയം ഇല്ലെ, ഈ 3 എണ്ണം ഒരു ട്രയാങ്കിള്.
ഇതിനെല്ലാം ഒന്നിച്ച് ലയിപ്പിക്കുന്നു. ഇപ്പൊ സുഖാരാധ്യ സുലഭ ശോഭന സുലഭാഗതി. ഇപ്പൊ ആ ഒരു പഞ്ചമുഖ ശിവന്റെ 5 മുഖങ്ങളിൽ നിന്നാണ് പ്രപഞ്ചം ഉൽപ്പന്നമായത്. ആ ഒരു ശിവനെ, ആ ഒരു സ്വച്ഛന്ത ശിവൻ എന്നാ പറയുന്നത്. അപ്പൊ സദ്യോജാതം വാമദേവം തത്പുരുഷം അഘോരം ഈശാനം, പഞ്ചകൃത്യങ്ങളും ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ സുഖാരാധ്യ സുലഭ ശോഭന സുലഭാഗതി, ഇത് 28ാമത്തെ കലിയുഗമാണിത്. ഒരാത്മാവ് എത്ര യുഗങ്ങളിലായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ നമുക്കറിയില്ല. ഉന്നതമായിരിക്കുന്ന പടികൾ വേണമെങ്കിൽ ജ്ഞാനം വേണം, അല്ലെ? ചൈതന്യ അർഘ്യം. അപ്പൊ ചൈതന്യാർഘ്യ സമാരാധ്യ. അപ്പൊ ആ ഒരു ബ്രഹ്മരസം, ചൈതന്യ കുസുമം എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്പം, ബുദ്ധി, ഭക്തി. അപ്പോ ഉപാസകൻ പരാശക്തിയെ ആ ഒരു ബ്രഹ്മരസത്തിന് അഭിഷേകം ചെയ്യുന്നു, അറിവാകുന്ന ബ്രഹ്മരസം, അല്ലെ? ഇപ്പൊ സദോദിത, സദാ ഉദിച്ചിരിക്കുന്നവൾ. ചൈതന്യം എന്ന് പറഞ്ഞ അറിവ്, സദാ അറിവിൽ രമിക്കുന്നവൾ. അതിനെ ഒരു സ്പാർക്കാണ് ഈ ലോകം. അപ്പൊ ബുദ്ധി സദാ ചൈതന്യം, അല്ലെ? മണിദ്വീപത്തിൽ ഇരിക്കുന്ന ദേവിയുടെ സ്ഥലത്ത് സദാ പ്രകാശമയമാണ്, അല്ലെ? അവിടുത്തെ പ്രകാശമാണ്, അതിന്റെ ഒരു അംശമാണ് സൂര്യനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ ഇരുട്ടില്ല. അപ്പൊ സദാ തുഷ്ട, സദാ സന്തോഷത്തോടു കൂടി, സമൃദ്ധി, തുഷ്ടി, സൗഖ്യമുള്ളവളാണ് ദേവി. യാ ദേവി സർവഭൂതേഷു തുഷ്ടി രൂപേണ സംസ്ഥിത. 36 തത്വങ്ങൾ കൊണ്ട് 36 നമസ്കാരം ചെയ്യാണ് ദേവിക്ക്. തരുണാദിത്യ പാടല, എപ്പോഴും രക്തവർണം, അല്ലെ? കരുണ, തരുണി എന്ന് പറഞ്ഞാൽ ചെറുപ്പം, അല്ലെ? എന്താ പറയുക, സുന്ദരിയായിട്ട് യുവതിയായിട്ട് ഇരിക്കുന്നവൾ, ചുവപ്പും വെണ്മയുമായിട്ട് ഇരിക്കുന്നവൾ. ഒരു ശരീരത്തിന് 6 ഋതുക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. എങ്ങനെയാണ്? സത്സംഗം, മന്ത്രജപം, പൂജകൾ, ഇവയെല്ലാം കൊണ്ട് നമ്മുടെ ഹോർമോൺസിലും DNA-യിലും എല്ലാം വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നമ്മുടെ കർമ്മത്തെ അത് കുറയ്ക്കും. നമ്മൾ ഈ ദേവീ നാമങ്ങൾ ജപിക്കുമ്പോൾ, ദേവിയെ കുറിച്ച് കേൾക്കുമ്പോൾ, പറയുമ്പോൾ എല്ലാം തന്നെ ദേവിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയാണ്. ഇതുവരെ നമ്മൾ ബാഹ്യ വസ്തുക്കളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന നമ്മുടെ മനസ്സ് ഇപ്പൊ എപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേവിയുമായിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആത്മാവ്, അല്ലെ? പരമാത്മാവുമായിട്ട് ജീവാത്മാവ് കണക്ഷൻ. അതുതന്നെയാണ് യോഗിനി, യോഗം ചെയ്യുന്നവൾ. അപ്പൊ എന്താ? നമ്മുടെ കർമ്മത്തില്, നമ്മുടെ DNA-യിലാണ് കർമ്മ വെനകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രാരാബ്ധ കർമ്മങ്ങള് അനുഭവിച്ച് തീരാൻ അമ്മ കൂടെ നിൽക്കും. മാത്രമല്ല, കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ശക്തി കുറഞ്ഞു വരും. അപ്പൊ അടുത്തതായിട്ട് നാദം, അതായത് ദക്ഷിണാരാധ്യ, അതായത് ആ ഒരു എന്താ പറയാ, ധരസ്മേര മുഖാംബുജ. ഇപ്പൊ ദക്ഷിണ അദക്ഷിണ, അല്ലേ? ഇപ്പൊ ഭഗവതിയുടെ എന്താ പറയാ, പല പല പേരുകൾ, അതായത് പണ്ഡിതന്മാരാലും പാമരന്മാരാലും ആരാധിക്കപ്പെടുന്നവൾ. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? തപസ്, അല്ലെ? ഇഷ്ടദേവത പൂജ. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, നമ്മൾ 33 ദൈവങ്ങളുണ്ട്, അതിൽ ഉപാസന മൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇഷ്ടദേവതയാണ്. ഇപ്പൊ ഇഷ്ടദേവത പൂജ, ജപം, സ്വാധ്യായം, നമ്മുടെ ആ ഒരു സനാതന ധർമ്മത്തില് ഋഷിമാര് തന്നെയാണ് ആ ഒരു വേദ, ഉപനിഷത്ത്, പുരാണ ഗ്രന്ഥങ്ങളുടെ പഠനം. അപ്പൊ ഋഷി ഋണം, ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഋഷിമാരുടെ ഋണം തീർക്കുക. അപ്പോ പണ്ഡിതനാലും പാമരനാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. പഠിപ്പും അറിവും ഇല്ലാത്തവർക്കും ദേവി തന്നെയാണ് അവർക്കും ഉള്ളത്, അല്ലെ? അവർക്കും ദേവിയെ ആരാധിക്കണം. ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ അമ്മ എന്ന് സ്വന്തം അമ്മയെ വിളിക്കുന്നത്, അല്ലെ? പഠിപ്പോ സൗന്ദര്യമോ ധനമോ നോക്കിയിട്ടല്ല ആ കുഞ്ഞ് സ്നേഹത്തോടെ അമ്മ എന്ന് വിളിക്കുന്നത്, അല്ലെ? കുറച്ചുകൂടെ അറിവ് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ ദേവിയെ വിളിക്കാന് യാതൊരു വിധത്തിലുള്ള ഉപാധികളും ആവശ്യമില്ല. നിഷ്കളങ്കമായിരിക്കണം, മനസ്സോടെ വിളിച്ചാൽ മാത്രം മതി. അച്ഛന് പല റൂൾസ് വെക്കും, അല്ലെ? എന്നാ അമ്മയ്ക്കോ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. ഇപ്പൊ ശക്തി ആരാധന എന്ന് പറഞ്ഞാല് എല്ലാവരാലും ചെയ്യപ്പെടാൻ പറ്റുന്നതാണ്. അമ്മ എന്ന സത്യത്തിന് യാതൊരു ചട്ടക്കൂടുകളില്ല. അവിടെ മൂഢൻ, പണ്ഡിതൻ എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവൾ, അല്ലെ? ശങ്കരാചാര്യ സ്വാമികള് ദേവി ക്ഷമാപണ സ്തോത്രത്തിൽ പറയണു, അമ്മ ഞാനൊരു വെറും മൂഢനാണ്, മന്ത്രം, യന്ത്രം, തന്ത്രം ഒന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒറ്റ ക്വാളിറ്റി ഉണ്ട്, എന്താ? എന്റെ അമ്മയാണ് ഭഗവതി, അല്ലെ? ആ ഒരു റൈറ്റ് നമ്മുടെ അവകാശമാണ്. അമ്മയെ വിളിക്കാൻ പറ്റുക, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് അമ്മയെ വിളിച്ചേ പറ്റൂ. ആ അവകാശത്തെ കുറിച്ച് ബോധ്യപ്പെട്ട് അതേ രീതിയിൽ നമ്മൾ അമ്മയെ കാണണം. അപ്പൊ അമ്മ പ്രത്യേക ചട്ടക്കൂട്ടിൽ ഇരിക്കുന്ന ആളല്ല. നമ്മളിപ്പോ ഇത്രയെല്ലാം പഠിക്കുമ്പോൾ അമ്മ
ഇത്രയും ത്രിമൂർത്തികളാൽ പൂജിക്കുന്ന എത്രയോ വലിയ ഉയർന്ന നിലയിൽ ഞാനാര്, ഞാനൊരു പാമരൻ എന്നുള്ള ചിന്തയല്ല. നമ്മള് അമ്മയുടെ പുത്രനാണ്, പുത്രിയാണ്, അല്ലെ? ആ സ്വാതന്ത്ര്യം നമുക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ധരസ്മേര മുഖാംബുജ, താമരയെ പോലെ മുഖപത്മത്തോട് കൂടിയവൾ. താമര ചെളിയിൽ നിന്ന് പുറത്തേക്ക് സൂര്യനെ നോക്കിയാണ് വിടരുന്നത്, അല്ലെ? അഴുക്ക് നിറഞ്ഞ സംസാരം, അതാണ് ചെളി. അപ്പൊ ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോൾ ചിത്ത വികസിക്കുന്നു. അടുത്ത ജന്മം നന്നാവും. മനുഷ്യ മനസ്സ് ജീവിതം അവസാനം വരെ എങ്ങനെയെന്നുള്ളതാണ്, അല്ലെ? സദാസമയം, അത് അമ്മയ്ക്കറിയാം. സദാസമയം അമ്മയുടെ നാമം ജപിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ജീവാത്മാവ് യാത്ര തുടങ്ങുമ്പോൾ ഭഗവതിയെ ഓർക്കാൻ സാധിക്കുന്നത്, അല്ലെ? ചുമ്മാ ജപിച്ചാ പോരാ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം അന്ത്യസമയെ ത്വദർശനം, അല്ലെങ്കിൽ ത്വസാമീപ്യം ദേഹിമേ പരമേശ്വരി. അപ്പൊ ഈ ജപിക്കുമ്പോ എന്താ? സദാ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു അതിനെ മാത്രമേ നമുക്ക് അവസാന സമയത്തും ചിന്തിക്കാൻ പറ്റൂ. അപ്പൊ സദാ ഒരു അമ്മയെ ഭഗവതിയെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവസാന കാലത്ത് എന്താ? പൂർണ്ണമായിട്ട് ആ പാദപത്മങ്ങളെ മാത്രമേ സ്മരിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഡെയിലി ചെയ്യുന്ന ചര്യ, ഉപാസനാ മാർഗത്തിൽ ഇഷ്ടദേവതയെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കണം ഹൃദയപത്മത്തില്. അപ്പൊ അവിടെ ഈ ശരീരത്തിൽ നിന്നാണ് ജീവൻ യാത്രയാവുന്നത്, ഇല്ലേ? ആ യാത്രാ സമയത്ത്, ശരീരത്തോട് വിട പറയുന്ന സമയത്ത്, ശരീരത്തിന്റെ യജമാനൻ, അല്ലെ? ഈ സാരഥി പോകുമ്പോ ഈ ശരീരത്തിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. നമുക്ക് ശരീരമാണ് വലുത്, അല്ലെ? ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതിനകത്തിരിക്കുന്ന ആളിന് ഇതൊന്നും വേണ്ട, വളരെ നിസാരമായിട്ട്, അല്ലെ? എറിഞ്ഞു കളഞ്ഞിട്ടാ പോകുന്നത് ആത്മാവ്. ശരീരത്തെ എപ്പോ തോന്നണോ അപ്പൊ ആത്മാവ് പുറത്തേക്ക് പോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇഷ്ടദേവതയെ വിചാരിക്കാൻ സാധിക്കണം. അതിന് ദിവസവും സാധനാ മാർഗം എന്ന് പറഞ്ഞാൽ സാധ്യമുള്ള കാര്യമാണ്. സാധനയിലൂടെ സിദ്ധിച്ച് നമ്മൾ സിദ്ധനായിട്ട് തീരണം. ദിവസവും ചെയ്യണം. ഒരു ദിവസം 24 മണിക്കൂർ 7 ദിവസവും ഇത് നിരന്തരമായിട്ട് അമ്മയുടെ ഉപാസന ചെയ്തുകൊണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ അവിടെ ഒരിടത്ത് ഇരിക്കണം എന്നല്ല, എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് അർപ്പിച്ച് ചെയ്യുക. ആ ഒരു ഡൂവർഷിപ്പ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ബോധം മാറ്റിക്കൊണ്ട് അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. സർവം ലളിതാർപ്പണമസ്തു. ഇപ്പൊ അഴുക്ക് നിറഞ്ഞ സംസാരം എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നമുക്ക് ദുഃഖങ്ങൾ മാത്രമാണ്, പെർമനന്റ് അല്ലാത്ത വസ്തുക്കൾ മാത്രമാണ്, ഇല്ല? എല്ലാം നമുക്ക് ദുഃഖമയമാണ്. എവിടെയാണ് സന്തോഷം? വളരെ കുറച്ച് സമയത്തേക്ക് സന്തോഷമെന്ന് തോന്നുന്ന ഒരു പ്രതീതി. ശരിക്കും എല്ലാത്തിനെയും വിടണം, ഇല്ലേ? ഇവിടെ എല്ലാം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എല്ലാത്തിനെയും അതിക്രമിച്ച് നിൽക്കുന്ന ആനന്ദത്തെ അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോൾ ചിത്ത് വികസിക്കുന്നു. അപ്പൊ ഈ ജന്മം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മവും ദേവി തന്നെ നന്നാക്കിക്കോളും, ഇല്ലേ? അമ്മ നോക്കിക്കോളും. അപ്പോ ആ ഒരു ജീവാത്മാവ് യാത്ര തുടങ്ങുമ്പോൾ ഭഗവതിയെ ഓർക്കണമെങ്കിൽ അത് ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കണം. കൗളിനി രണ്ടും ശരിയാണ്. കുലത്തെ യോഗ്യതയെ നോക്കുന്നവൾ, ഈ പ്രപഞ്ചമാകുന്ന സദാശിവ കുടുംബത്തിന്റെ നാഥ, അല്ലെ? കുലത്തിന് ശക്തിയായിട്ടിരിക്കുന്ന ആരാ? സ്ത്രീയാണ്. അപ്പൊ ഭഗവതി, കൈവല്യം എന്നാല് പരാശക്തിയെ അറിയുന്നത്, കൈവല്യമുക്തി, അല്ലെ? പരാശക്തിയില് ഐക്യപ്പെടുന്നത്. അപ്പോ ആ ഒരു സ്ത്രീ രത്നം എന്നാല് ആ ഒരു ക്ഷമയ്ക്ക് ഇരിപ്പിടം. ദേവിയാണ് കൈവല്യമുക്തി തരേണ്ട ആള്. ശിവനും വിഷ്ണുവിനും പോലും ഇത് കൊടുക്കുന്നത് മൂലപ്രകൃതിയായിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ കൈവല്യപദദായിന്യേ നമ, സ്തോത്രപ്രിയ. അപ്പൊ സ്തുതി ചെയ്യുന്ന മഹത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മുൻജന്മ പാപം ഇല്ലാതാക്കും, അല്ലെ? സ്തോത്രങ്ങൾ ജപിക്കുമ്പോ. ഇപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ശിവജ്ഞാന പ്രദായിനിയാണ് ദേവി. ത്രികാല ആ ഒരു ദർശനം പ്രഭയായിട്ട് ത്രികാല ദർശന പ്രദായിനിയായിട്ടിരിക്കുന്ന ദേവി. ഇപ്പൊ സ്തോത്രങ്ങൾ 2 തരമുണ്ട്, ലൗകികം, വൈദികം. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന സ്തോത്രം പൂർണ്ണ സ്തോത്രമാണ്. കാരണം അതിൽ 6 കാര്യങ്ങളാ പറയുന്നത്. 1 നമസ്കാരം, 2 അനുഗ്രഹം, 3 സിദ്ധി മഹാത്മ്യം, 4 പരാക്രമം, 5 ലീല, 6 പ്രാർത്ഥനാ സ്വരൂപം. ഇവ 6 ഉണ്ടെങ്കിൽ ആ സ്തോത്രത്തെ നമ്മൾ പൂർണ്ണ സ്തോത്രം എന്നാ പറയുന്നത്. വൈദിക സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. സ്തുതി സംസ്തുവ വൈഭവായ നമ. അപ്പൊ ദേവി ശാന്തസ്വരൂപിണിയാണെന്ന് കണ്ടു. വിദ്യ, പ്രതിഷ്ഠ, നിവൃത്തി, ഇതെല്ലാം തരുന്നവളാണ് ദേവി. 4 വേദങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. ഈ 4 വേദപുരുഷന്മാരും ദത്താത്രേയന്റെ കൂടെയുള്ള 4 പട്ടികള്, അല്ലെ? 4 വേദപുരുഷന്മാരാണെന്ന് പറയും. കാരണം നമ്മള് ഭൈരവന്റെ കൂടെയും പട്ടികളെയാണ് കാണുന്നത്. പട്ടികളെല്ലാം തന്നെ എന്താ പറയാ, നമ്മള് നായ,
എന്ന് പറയുന്നത് ഭൈരവ സ്വരൂപമാണ്. ഭൈരവന്റെ വാഹനമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നായയെ ഉപദ്രവിക്കാൻ പാടില്ല, അല്ലേ? അതിനെ നമ്മള് എന്താ പറയാ, കൂട്ടിലിട്ട് അടച്ച് അതിന് വേദനകൾ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ വളരെ ഉയർന്ന തലമാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ദത്താത്രേയന്റെ കൂടെയുള്ള 4 പട്ടികള് 4 വേദപുരുഷന്മാരാണ്. ദത്താത്രേയൻ, കൃഷ്ണൻ, ഇവരെല്ലാം യോഗീശ്വരന്മാരാണ്. അപ്പൊ പരശുരാമൻ ദത്താത്രേയനിൽ നിന്ന് അറിഞ്ഞ ദേവീ രഹസ്യങ്ങളാണ് ത്രിപുര രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ വേദപുരുഷന്മാര് 4 തരത്തിലുണ്ട്. ഒന്ന് ശരീരപുരുഷൻ, ഒന്ന് ഛന്ദപുരുഷൻ അതായത് ചൈതന്യം, 3 വേദപുരുഷൻ, 4 മഹാപുരുഷൻ. അപ്പൊ മനസ്വിനി എന്ന് പറഞ്ഞാല് സ്വതന്ത്രമായ മനസ്സോട് കൂടിയവൾ, മനസ്സ് ശുദ്ധമാകണം, ഇല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, ചില എന്താ സത്സംഗങ്ങളൊക്കെ ആരംഭിക്കുമ്പോ ഒരു ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, ഇല്ലേ? നാമഘോഷം എന്നും എന്റെ നാവിലായി വന്നിടണം, നല്ല ചിന്ത ഏകണം, മനസ്സ് ശുദ്ധമാകണം. അപ്പൊ എന്താ കിട്ടുന്നത്? നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണം. അപ്പൊ ആ ഒരു നല്ല മനസ്സ്, ശുദ്ധമായ മനസ്സിൽ മാത്രമേ, ഈ ഒരു തെളിവില് മാത്രമേ ഈശ്വരൻ പ്രതിബിംബിക്കുള്ളൂ. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവാണ്. ശരീരശുദ്ധി മാത്രം പോരാ, കാരണം മനസ്സ് ശുദ്ധമാകണം, അല്ലേ? അപ്പൊ ശരീരശുദ്ധിക്ക് തന്നെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്യാവശ്യം ഒന്ന്, വളരെ എന്താ പറയാ, ശക്തിയായിട്ട് ഒഴുകുന്ന ഗംഗ, കാവേരി തുടങ്ങിയ നദീ സ്നാനം, അത് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കും. 2, ആ ഒരു അഗ്നിപ്രവേശം, നെയ്വിളക്ക്, അതായത് 5 മീറ്റർ, അതായത് 5 മീറ്റർ ആണ് ചുറ്റളവിൽ അത് ശുദ്ധീകരിക്കും. നല്ലെണ്ണ 3 മീറ്റർ ചുറ്റളവില് ശുദ്ധീകരിക്കും എന്ന് പറയണു. ഇപ്പൊ വിളക്ക് കത്തിച്ച് അതിനടുത്തിരിക്കുമ്പോ അതിന്റെ പേരാണ് അഗ്നിശുദ്ധി, അല്ലെ? സീതയെ അഗ്നിശുദ്ധി വരുത്തിയാണ് രാമൻ സ്വീകരിച്ചത്. 3 മന്ത്രങ്ങള്, അത് അർത്ഥമറിഞ്ഞ് ജപിക്കണം. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആശ്രമവാസികൾ നിത്യശുദ്ധ എന്ന് പറയാൻ കാരണം നല്ല അന്നത്തിൽ നിന്നും നല്ല മനസ്സുണ്ടാകണം. ദ്വേഷ സ്വഭാവം ഇല്ലാത്തവൾ, മഹേഷി, മഹേശ്വരന്റെ ധർമ്മഭക്തി, മംഗളാകൃതി, അഷ്ടമംഗളങ്ങൾ ചെയ്യുന്നവൾ. അപ്പൊ ഭഗവത് നാമം അറിഞ്ഞ് ആ ഒരു എന്താ ഭക്ഷണം കഴിഞ്ഞാല് ആ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ശരീരം, നമ്മുടെ ഈ എന്താ പറയാ ഭൂതശരീരം, ദ്രവ്യ ശരീരം, അത് യജ്ഞശരീരമായിട്ട് മാറും. വിശ്വമാത, വിശ്വം എന്ന് പറഞ്ഞാല് എല്ലായിടത്തും വ്യാപിച്ചത് വിഷ്ണുവിന് മാതാവായിട്ടിരിക്കുന്നവൾ. കാരണം വിഷ്ണു, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ ജനിപ്പിച്ചുകൊണ്ടാണ് വിഷ്ണുവിന്റെ മാതാവ് എന്ന് പറയുന്നത്. സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം അമ്മ, അല്ലെ? ജഗദ്ധാത്രി, ഇപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നവൾ. വിശാലാക്ഷി, നീണ്ട കണ്ണുള്ളവൾ. മനുഷ്യ ജീവിതത്തിലെ 10 പ്രധാനാണ്. 6 ശത്രുക്കള്, 4 മിത്രങ്ങള്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇല്ലേ? 6 വൈരികള്, അല്ലെ? ശത്രുക്കള്. അപ്പൊ പിന്നെന്താണ്? ആ ഒരു കർമ്മം, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇത് 4 മിത്രങ്ങള്. ഇപ്പൊ വിരാഗിണി, വൈരാഗ്യം എന്ന അനുഗ്രഹം കൊടുക്കുന്നവൾ. അനുഗ്രഹങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അല്ലെ? അപ്പം എപ്പോഴാണ് അനുഗ്രഹം ഒന്നും വേണ്ടെന്ന് തോന്നുന്നത്? ഈശ്വരനും ഞാനും ആ തത്വമസി മഹാവാക്യം ഉണരുമ്പോ പിന്നെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയോ ആഗ്രഹങ്ങൾ ഇല്ലാത്ത അവസ്ഥ. വൈരാഗ്യം എന്ന് പറഞ്ഞാല് വിഗതക രാഗം, രാഗങ്ങള്, ഒന്നിനോടും നമുക്കൊരു ആഗ്രഹമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും തന്റെ ഉപാസനയിൽ ഉറച്ചു നിൽക്കാനുള്ള മാനസിക അവസ്ഥ. ഇപ്പൊ പരമോദാര, ശിവജ്ഞാന പ്രദായിനി, മനോമയി, മനസ്സിന്റെ അധിപതിയായിട്ടിരിക്കുന്നവൾ. സദാ ദേവി പാദങ്ങളെ മനസ്സിൽ കാണണം. മനസ്സാണ് ആത്മാവിന്റെ അടുത്ത ബന്ധു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷ ഹേതു എന്ന് പറയുന്നത്. അപ്പൊ ദേവി ഉപാസകർക്ക് സദാ ആ ഒരു സർവ്വ സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നവളാണ് ദേവി, അല്ലെ? അപ്പൊ ദേവിയെ വിളിച്ചാല്, ആ അമ്മയെ വിളിച്ചാൽ അമ്മ കൊടുക്കാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പോ ഒരു എന്താ പറയാ, ദേവി ഉപാസകന് കിട്ടാത്തതായിട്ട്, ജീവിതത്തിൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. അപ്പോ എന്താ പറയാ, വസു എന്ന് പറഞ്ഞ പിതൃക്കളെ, രുദ്രൻ, ആദിത്യൻ, 3 തലമുറകള്, ജീവൻ 3 ദശകളിൽ സഞ്ചരിക്കുന്നു പറയണു. ഒന്ന് സൂര്യനെ നോക്കി, അതായത് നോർത്ത്, സൗത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മധ്യഭാഗം മാർഗസ്ഥ, വിഷ്ണു ലോകം. അപ്പൊ സവ്യ മാർഗസ്ഥ, മധ്യഭാഗം എന്നാല് ശിവലോകം, വിഷ്ണുലോകം തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പൊ മനസാ വാച കർമ്മണ നമുക്ക് അവിടെ എത്താം. മനസ്സുകൊണ്ട് സാലോക്യ ഭാവത്തിൽ ആ ലോകത്തെത്താം. വാക്കുകൊണ്ട് ആ ദേവതയെ സ്മരിച്ചുകൊണ്ട് ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് അവിടെ എത്താം. കർമ്മമാകുന്ന പ്രവൃത്തി കൊണ്ട് ആ ഒരു പ്രാകൃത കൈലാസം, ആ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുപ്പതി, ഇവിടെയൊക്കെ നമുക്ക് എത്താം. ഇപ്പൊ വ്യോമകേശി, അല്ലെ? ആകാശം എന്നും വേദമെന്നും
അർത്ഥമുണ്ട്. അപ്പൊ വ്യോമം കേശമാക്കിയിരിക്കുന്നവൾ, ആകാശമാണ് ദേവിയുടെ തലമുടി, അല്ലെ? അപ്പൊ മൂലപ്രകൃതിയായിരിക്കുന്ന ദേവിയുടെ വിരാട രൂപം അല്ലെങ്കിൽ വിശ്വരൂപം, ഇത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു രൂപമായിട്ട് നമ്മൾ കാണണം. അത്രയും വലുതാണ്. വിമാനസ്ഥ, വിമാനം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ, അല്ലെ? ഇല്ലെങ്കിൽ മേലെ, ദേവസ്ഥാനം എന്നർത്ഥം. ദേവന്മാർക്ക് വെയിറ്റ് ഇല്ല, ഇല്ലേ? അവര് ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ കോവിലുകളിലെ ഗോപുരങ്ങള് അതിന് വിമാനം എന്നാണ് പറയുന്നത്. അപ്പൊ തമിഴ്നാട്ടിലെ എല്ലാത്തിനും വിമാനം എന്നാ പറയുന്നത്. അപ്പൊ ഗോപുരങ്ങളുടെ മുകളില് താമസിക്കുന്നവൾ, എല്ലാരെയും സംരക്ഷിക്കുന്നവൾ, ഗ്രാമദേവത തുടങ്ങിയ പേരിൽ പരാശക്തി തന്നെയാണ്. ദേവലോകത്ത് എന്താ പറയാ, പരാശക്തി കോവിൽ എന്ന് പറയുന്നത് പണ്ട് ദേവലോകത്തായിരുന്നു. അപ്പൊ ദേവി എന്ന് പറഞ്ഞാല് ആ ഒരു വജ്രായുധം കയ്യിൽ വെച്ച് തന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ സംസാര സാഗരത്തിൽ നിന്ന് ശിവന്റെ ഇടതുഭാഗം ദേവിയുടേതാണ്. വാമാചാര സമ്പ്രദായമാണിത്. കൃതയുഗത്തിലെ പരമേശ്വരന് മാത്രമേ ശരിക്കും പറഞ്ഞാല് കോവിൽ ഉണ്ടായിരുന്നുള്ളൂ. ത്രേതായുഗത്തിൽ വിഷ്ണുവിനും വേദങ്ങൾക്ക് മുമ്പേ ഉള്ള സമയമാണിത്. അത് ദേവിയെ മാത്രമായിരുന്നു, അന്ന് ദേവിയെ മാത്രമാണ് ഉപാസിച്ചിരുന്നത്. ഇപ്പൊ മനുഷ്യര്, മൃഗങ്ങള് എല്ലാവർക്കും ആകാശമാർഗം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു പണ്ട്. ഏത് ലോകത്തേക്കും പശു പക്ഷികൾക്ക് സഞ്ചരിക്കാമായിരുന്നു. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായി പ്രധാനം. എന്നാൽ കലിയുഗത്തിൽ വീണ്ടും ശാക്തേയ ഉപാസനയാണ് പ്രധാനമായത്. അപ്പൊ കലിയുഗത്തിന്റെ പ്രത്യേകത എന്തെന്നാല് ഈ യുഗത്തിൽ ദേവി ഉപാസനയ്ക്ക് മാത്രമേ പാപങ്ങളെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ളൂ. ദേവി ഉപാസന കൊണ്ട് മാത്രമേ പാപങ്ങൾ ശമിക്കുകയുള്ളൂ. വീണ്ടും യുഗത്തിലും ദേവി ഉപാസനയ്ക്കായിരിക്കും പ്രാധാന്യം. ഇപ്പൊ കലിയുഗത്തിലായിരിക്കുമ്പോൾ ഇവിടെ പല സ്തോത്രങ്ങളും മന്ത്രങ്ങളും പ്രധാനമായിട്ട് വരുന്ന ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ത്രിശതി, ത്രിപുര രഹസ്യം തുടങ്ങി സൗന്ദര്യ ലഹരി എന്നിവയുള്ള ആ ടെക്സ്റ്റുകളെല്ലാം തന്നെ ആളുകൾ കൂടുതൽ പഠിക്കും. ഖഡ്ഗമാല തുടങ്ങിയത് പരാശക്തിയുടെ ജ്ഞാനം തന്ന് മോക്ഷം കൊടുക്കും. അപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു ഭാഗമാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ദേവി വിശ്വമാത, ഛന്ദസാര, വേദരൂപിണി, അല്ലെ? ഇതെല്ലാം അമ്മ തന്നെയാണ്. ദേവി ഉപാസന കൊണ്ട് എല്ലാവർക്കും ഒരു വജ്ര ശരീരം ഉണ്ടാക്കാൻ സാധിക്കും. ദേവിയുടെ പേര് വജ്രേശി. അപ്പൊ ഇന്ദ്രന്റെ ഭാര്യയുടെ പേര് ശചി ദേവി എന്നാണ്, അല്ലെ? ആ ഒരു എന്താ പറയാ, ബൃഹസ്പതിയിൽ നിന്നും ദേവിയുടെ ആ ഒരു മൂലമന്ത്രം കിട്ടിയ ആളാണ്. അപ്പൊ സപ്തമാതൃക്കളിൽ ഒരാളാണ്. ആരാണോ ദേവി ഉപാസന ചെയ്യുന്നത് അവർക്ക് ഒരു കട്ടിയുള്ള ഓറ ശരീരത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടാകും. അത് നമ്മളെ സംരക്ഷിക്കും. അപ്പൊ അതിനെ ഹിരണ്യഗർഭം എന്ന് പറയാം. അതുകൊണ്ടാണ് രാവിലെ എല്ലാവരും ഓം ഹിരണ്യഗർഭായൈ നമഃ 11 പ്രാവശ്യം പറയണമെന്നാ പറയുന്നത്. അപ്പൊ ഹിരണ്യഗർഭമാണ് നമ്മുടെ ചുറ്റും നമ്മളെ രക്ഷിക്കുന്നത്. ഒരു നെഗറ്റീവ് ശക്തിക്കും അതിനെ ഭേദിച്ച് ഉള്ളിൽ വരാൻ സാധ്യമല്ല. ചിലപ്പോ ഒരു വയലറ്റ് നിറത്തിലായിരിക്കും ആ ഓറ കാണപ്പെടുന്നത്. അപ്പൊ ഹനുമാൻ ശക്തി ഉപാസന കൊണ്ടാണ് വജ്രദേഹം ഉണ്ടാക്കിയതെന്ന് പറയണു. പരമേശ്വര സ്വരൂപം എന്ന് പറയുന്നത് പരദേവതയായിട്ട് ഭാവന ചെയ്യുന്നവർക്ക്, അതായത് വാമാചാരത്തില് വാമകേശിയായി ദർശനം കൊടുക്കുന്നവൾ, പഞ്ചയജ്ഞപ്രിയ, പഞ്ചപ്രേത മഞ്ചാതിശായിനി. നമ്മള് പഞ്ചപ്രേതങ്ങളെയൊക്കെ ആദ്യം കണ്ടതാണല്ലേ. പഞ്ചയജ്ഞങ്ങള് എല്ലാ ഗൃഹസ്ഥരും ചെയ്യേണ്ടതാണ്. അദ്വൈതവാദിയായിരിക്കുന്ന ശങ്കരാചാര്യ സ്വാമികൾ പോലും സഗുണാരാധനയ്ക്ക് വന്നത് ബുദ്ധമതം, അല്ലേ? ആ ഒരു എന്താ പറയുക, ഇന്ത്യയിൽ പ്രധാന മതമായിട്ട് മാറാതിരിക്കാനാണ്. അതായത് വൈദിക കർമ്മങ്ങള്, ആ ഒരു ധർമ്മങ്ങളെല്ലാം തന്നെ എന്താ പറയുക, ഇവിടെ നിരോധിച്ചു. ബുദ്ധധർമ്മം വന്നപ്പോൾ ഇതെല്ലാം നിരോധിച്ചു. അങ്ങനെ സനാതന ധർമ്മത്തെ രക്ഷിക്കാനാണ് ശങ്കരാചാര്യ സ്വാമികൾ വന്നത്. എല്ലാവരും പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം, പഞ്ച ആയതന പൂജകൾ ചെയ്യണം. അതില് ഗാണപത്യം, സൗരം, ശാക്തേയം, ശൈവം, വൈഷ്ണവം, ഇതാണ് 5 പ്രധാന പൂജകൾ. പണ്ട് കാലത്ത് നമ്മുടെ ഭാരതത്തിൽ നടന്നിരുന്നാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതി, സൗരം സൂര്യൻ, ശാക്തേയം ദേവി, ശൈവം ശിവൻ, വൈഷ്ണവം വിഷ്ണു. ഇങ്ങനെ 5 ദേവതകളെയാണ് നമ്മുടെ സനാതന ധർമ്മത്തില് പണ്ട് മുതലേ നമ്മുടെ ഈ ഭാരതത്തില് പൂജിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 5 ദേവതകളും 5 കടങ്ങൾ തീർക്കുന്ന പറയുന്നത്. ഈ ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല, മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും ഇത് ചെയ്യണം. ഇതിനെയാണ് പഞ്ച ഉപചാര പൂജയായിട്ട് പിന്നെ മാറ്റിയത്. അതായത് ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യങ്ങൾ കൊടുത്താല് 5 യജ്ഞങ്ങൾക്ക് സമമാണെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ ശക്തി ഉപാസകർക്കും ഇത് മസ്റ്റാണ്, അല്ലെ? പഞ്ച ഉപചാര പൂജ. ഇത് പഞ്ചഭൂതങ്ങളെ ആണെന്ന് വിചാരിക്കാം, പഞ്ചദേവതകൾക്കാണെന്ന് വെക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഈ പഞ്ച ഉപചാര പൂജ മസ്റ്റാണ്. ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം. അപ്പൊ ഇട പിങ്കള, ഇല്ലേ? നമ്മളൊരു ബാറ്ററിയാണ്. ആനോഡ് കാത്തോഡ് എന്നൊക്കെ പറയും പോലെ രണ്ടും മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത്.
സൂര്യൻ ചന്ദ്രൻ നമ്മുടെ ശരീരത്തിൽ ഇട പിങ്കള, നെഗറ്റീവ് പോസിറ്റീവ്, മെയിൽ ഫീമെയിൽ, ഇൻ യാങ് എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ ശിവ പാർവതി എന്ന് പറയുന്നത്. അപ്പൊ 5 യജ്ഞങ്ങള് ഈ ചെയ്യണതിന് പകരം ദിവസവും പഞ്ച ഉപചാര പൂജയെങ്കിലും ചെയ്തിരിക്കണം അല്ലെ. ദേവ, ഋഷി, മനുഷ്യ, ഭൂത, പിതൃ ഋണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഋണങ്ങളിൽ നിന്ന് മോചനം കിട്ടും. യജ്ഞങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന് വൈദിക രീതിയിലുണ്ട്, അതും 5ആണ്. അഗ്നിഹോത്രം, ദശപൂർണമാസം, ചാതുർമാസ്യം, പശുയജ്ഞം, സോമയാഗം. ഇതിൽ വേദരീതിയിലല്ലാത്ത ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം അല്ലെങ്കിൽ അതിഥി യജ്ഞം ഇതെല്ലാം ചെയ്തിരിക്കണം. ഇപ്പൊ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? പൂജ ഇല്ലെ, അർഘ്യം കൊടുക്കണം ഭഗവാന്, അമ്മയ്ക്ക്. ഒരു വെള്ളി പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ ജലം വെച്ച് തുളസി ഇട്ട് വെക്കണം. ഏത് ദേവതയ്ക്ക് കൊടുത്താലും ജലത്തിലൂടെ കൊടുക്കണം. ആപോ ഇതം സർവദേവതാ തൃപ്ത. ജലത്തിലാണ് സർവ ഉൽപ്പത്തി, നിലനിൽപ്പ്, ലയനമെല്ലാം നടക്കുന്നത്. ഇപ്പൊ പരബ്രഹ്മ സ്വരൂപം ജലത്തിൽ നിന്ന് 3 തരത്തിലുള്ള അഗ്നി സ്വരൂപങ്ങൾ ഉണ്ടാക്കണു. ശരിക്കും പറഞ്ഞാല് ഓൾക്കാനോ എന്ന് പറയുന്നത് എവിടെയാ? ഇത്രയും അഗ്നിപർവ്വതങ്ങൾ എല്ലാം സമുദ്രത്തിലാണ് അല്ലേ. ഇപ്പൊ ദൈവീക അഗ്നി, ഭൗതിക അഗ്നി, ആത്മീയ അഗ്നി. ഇപ്പൊ ദൈവീക അഗ്നി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് സൂര്യനാണ്. ശരീരത്തില് ആ ഒരു രം എന്ന് പറയുന്ന അഗ്നിബീജം അല്ലെ, ചൂട്. ഇപ്പൊ വിളക്കിലെ അഗ്നി മാത്രമാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അണയ്ക്കാൻ പറ്റുന്നത് അതാണ്. മനുഷ്യന്റെ എല്ലാം അഗ്നി, ജലം ഇവയെല്ലാം എന്താ പറയാ ആശ്രയിച്ചിരിക്കുന്നു. പഞ്ച ഉപചാര പൂജയിലെ ആ അമൃത മഹാനൈവേദ്യം എന്ന് പറയുന്നത് എന്താ? ജലം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഗന്ധം, പുഷ്പം, ധൂപം, ദീപം നൈവേദ്യം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ 5 ഋണങ്ങൾ തീർക്കുകയാണ്. ഇപ്പൊ ഋഷി തർപ്പണം, പിതൃതർപ്പണം, അച്ഛനമ്മമാർക്കുള്ള സേവ ചെയ്യണം. അച്ഛനമ്മമാരെ എന്താ പറയാ പോലെ തന്നെ എന്താ പറയാ സ്നേഹിച്ചവർക്ക് മരണശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനെ നമുക്ക് പിതൃയജ്ഞം എന്ന് പറയാം. ഭൂതയജ്ഞമല്ല. അതിൽ ആ പിതൃയജ്ഞത്തില് നമുക്ക് പിതൃതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, ഭർത്താവ്, ആ വംശത്തിൽപ്പെട്ട എല്ലാ പിതൃക്കളും മാത്രമല്ല സർവ്വ പിതൃഭ്യോ നമ. എല്ലാ പിതൃക്കളും നമ്മളെ നമ്മൾ ജനിച്ചത് മുതൽ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്കും തർപ്പണം കൊടുക്കാം. അപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഈ പിതൃ എന്ന് പറഞ്ഞത് മരണശേഷം അവര് പിതൃക്കളായിട്ട് മാറിയവർക്ക് കൊടുക്കുന്നതാണ്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാല് പശു പക്ഷികൾക്ക് ആഹാരം കൊടുക്കണം. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പറയാ ആരതി കാണിക്കണം എന്ന് പറയും. അങ്ങനെ പഞ്ചയജ്ഞങ്ങള്, പഞ്ച ഉപചാര പൂജ ചെയ്യുന്നവര് ദേവിക്ക് വളരെ പ്രിയമാണെന്ന് അർത്ഥം. ഇപ്പൊ പഞ്ചപ്രേതങ്ങളായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വരൻ, പലകയായിട്ട് സദാശിവൻ അല്ലെ. നമ്മുടെ ശരീരം തന്നെയാണ് ഈ യന്ത്രം. ശ്രീചക്രം എന്ന് പറയുന്ന മഹായന്ത്രം നമ്മുടെ ശരീരം തന്നെയാണ്. ദേവി അവിടെയാണ് ഇരിക്കുന്നത് അല്ലെ. ഭക്തമാനസ ഹംസിക. ഇപ്പൊ ബ്രഹ്മപുരുഷ ആസനത്തിലാണ് ദേവി, പത്മാസനത്തിൽ ഇരിക്കുകയാണ് അമ്മ. ശരീരത്തിന് ആ ഒരു പഞ്ച ഉപചാര യന്ത്ര മന്ത്ര തന്ത്രാദികളെല്ലാം ചെയ്യാം. ശരീരത്തിലെ ബ്രഹ്മരൂപായേ നമ, വിഷ്ണു രൂപായേ നമ, രുദ്രരൂപായേ നമ. വലത് തോളിൽ നിന്ന് ഇടത് തോൾ വരെ സദാശിവൻ പലകയായിട്ട് കിടക്കുന്നത് കാണണം. കാരണം ഇല്ലേ, ആ ഒരു ലെഫ്റ്റ് ചെസ്റ്റ് എന്ന് പറയുന്നത് ഇടത് ഭാഗത്തെ ആ ഒരു ചെസ്റ്റ് ഇല്ലേ, ഹൃദയഭാഗം, അതായത് അതില് രുദ്രൻ, സ്തനത്തിന് താഴെ വിഷ്ണു ദേവായേ നമ, ലെഫ്റ്റ് മഹേശ്വരായേ നമ, മൂലാധാരം സഹസ്രാരം വരെ പരാശക്തിയെ നമ. വലതുകരം മഹാലക്ഷ്മി, ഇടതുകരം മഹാസരസ്വതി, സർവദേവതാഭ്യോ നമ എന്ന് പറയാം. അപ്പൊ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ശരീരം യന്ത്രമാണെങ്കിൽ, ശ്രീചക്രമാണെങ്കിൽ തന്ത്രം തുടങ്ങി സർവജ്ഞാനപ്രദായിനിയ നമ എന്ന് ജപിക്കുമ്പോൾ എല്ലാ പാപവും പോയി ശരീരം ശ്രീചക്ര സ്വരൂപമാകും. ശക്തി ഇല്ലെങ്കിൽ അവർ പഞ്ചപ്രേതങ്ങളാണില്ലേ. പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രേതങ്ങൾക്ക് ഏകപാദം, അതായത് ഒറ്റക്കാല്. മനുഷ്യന്റെ 2 പ്രശ്നങ്ങൾ എന്താ? സന്ദേഹം, ആദി വ്യാധികളെ ഇല്ലാതാക്കാൻ, അതായത് വിപ്രന്റെ പാദപങ്കജത്തെ അതായത് സ്മരിക്കണം, തർപ്പണം ചെയ്യണം, അഭിഷേക ജലം കുടിക്കണം. വിപ്രപാദം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ചുറ്റുന്ന പാദം, സദാ പൂജകൾ ചെയ്യുന്ന പാദം, ഗുരുവിന്റെ പാദം എന്ന് നമുക്ക് പറയാം. പഞ്ചബ്രഹ്മങ്ങളെല്ലാം തന്നെ വിപ്ര പൂജ ചെയ്ത ദേവിയുടെ ആ ഒരു മഞ്ചത്തിന്റെ കാലുകളായിട്ട് തീർന്നവരാണ്. ഇപ്പൊ ആ ഒരു വിപ്രന് കാലും സ്ത്രീക്ക് ശിരസുമാണ് പ്രധാനം. അപ്പൊ ഈ പഞ്ചപ്രേതങ്ങൾക്ക് ശക്തികളായിട്ട് ഇരിക്കുന്ന, അതായത് മാതാവായ രാജരാജേശ്വരിയായിട്ട് തന്റെ ഉള്ളിൽ നിന്നും ശക്തികളെ നൽകി പുരുഷന്മാര് ദേവിയെ നമസ്കരിക്കുകയാണ്. അപ്പൊ സ്ത്രീകള് തന്റെ ശക്തിയെ ഉള്ളിൽ തന്നെ കാണണം.
ഈ പഞ്ചബ്രഹ്മ സ്വരൂപത്തെ തന്റെ ഉള്ളിൽ കാണുന്നവർക്ക് പുനർജന്മമില്ല എന്നാ പറയുന്നത്. 5 എന്തൊക്കെയുണ്ടോ അതെല്ലാം ദേവിക്ക് പ്രിയമാണ്, അല്ലേ? അപ്പൊ ദേവി മയമാണ്. പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസംഖ്യോപചാരിണി, തിഥികളിൽ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, പഞ്ചദശി എല്ലാം പ്രധാനമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ചമേ എന്നാണ് രുദ്രൻ പറയുന്നത്. ചമേ 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 എന്ന് പറയുന്നത് എന്താ? ആ ഒരു ആടിനെ പോലെ കരയുകയാണ്. ദക്ഷന്റെ തല ഛേദിച്ചതിന് ശേഷം ആടിന്റെ തല വെക്കുകയാണ്. അപ്പൊ എന്താ? എനിക്ക് തരൂ തരൂ, എനിക്ക് വേണം, എനിക്ക് വേണം, അല്ലെ? രുദ്രന്റെ കോപത്തെ ഇല്ലാതാക്കുകയാണ്. ചമകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണോ അതൊക്കെ ചോദിക്കുക. ഇപ്പൊ രുദ്രം ചമകം. ശരിക്കും പറഞ്ഞാൽ ആ വസോർധാര ജലധാര നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം എന്താ പറയാ, 5 ശക്തികള്. അപ്പൊ ബ്രഹ്മാദികളില് 5ാമൻ സദാശിവൻ, അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കുന്ന പഞ്ചമി ദേവി. ഇപ്പൊ സപ്തമാതൃക്കളിൽ 5ാമത്തവൾ ദണ്ഡനാഥ വാരാഹി. അക്ഷരം എന്ന് പറഞ്ഞാല് ക്ഷരമില്ലാത്തത്. ഇപ്പൊ അകാരം വിഷ്ണു. നവരത്നങ്ങളിൽ അലങ്കാരം ചെയ്തവൾ പഞ്ചമി ദേവി. സാഖ്യോപചാരത്തിൽ സന്തുഷ്ടയായിട്ടിരിക്കുന്നവൾ. ഗന്ധപുഷ്പ ധൂപദീപ നൈവേദ്യം എന്നതിനെയാണ് നമ്മൾ പഞ്ച ഉപചാരം എന്ന് പറയുന്നത്. അപ്പോ ഈ ലളിതാ സഹസ്രനാമത്തിലിരിക്കുന്ന ഓരോ നാമങ്ങളും നമ്മുടെ ജീവിതത്തിലെ അറിവാണ്, അല്ലേ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അറിവിലൂടെ മാത്രം, നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു ജ്ഞാനത്തിലൂടെ മാത്രമേ ദേവിയെ അറിയാൻ സാധിക്കൂ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓരോ നാമങ്ങൾ പറയുമ്പോഴും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ വഴിയിലൂടെ, അല്ലെ, അമ്മ വഴികാട്ടിയാണ് നമുക്ക് കാണിച്ച്. വശിന്യാദി വാഗ്ദേവതകൾ പറയണു, നിങ്ങൾക്ക് ദേവിയെ വേണോ, ദേവിയിൽ എത്തിച്ചേരണോ, എന്താ വേണ്ടത്? നിങ്ങൾ ഈ വഴികൾ പിന്തുടരൂ എന്ന് പറഞ്ഞു തരികയാണ്. കാരണം ശാശ്വത, ഏത് ജന്മത്തിലും പൂർണ്ണ വിശ്വാസത്തോടെ ഉപാസിക്കാൻ പറ്റിയ ദേവിയെ, സ്വന്തം അമ്മ. അമ്മയെ കവിഞ്ഞൊരു കുഞ്ഞിന് വേറെ ആരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. അമ്മയാണ് എല്ലാം, അല്ലെ? മൂലപ്രകൃതിയിലെല്ലാം അവസാനം ലയിക്കും. ആ ഒരു തലം, അതിനെയാണ് നമ്മൾ ദേവി എന്നുമുള്ളത്. അച്യുതൻ, അല്ലെ? വിഷ്ണു എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ. അപ്പൊ ശാശ്വതമായിരിക്കുന്ന ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ. ഐശ്വര്യം, പുത്രൻ, ധനം, ബുദ്ധി, ജ്ഞാനം, എല്ലാ ഐശ്വര്യങ്ങൾ തന്നെയാണ്, അല്ല എന്ന് പറയണില്ല. സത്പുത്രന്മാരെ ഉണ്ടാക്കുന്നവർ പുണ്യം ഉള്ളവരാണ്. ശർമ്മൻ, അതായത് പരമശിവൻ, മറ്റുള്ളവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവൻ. ചാതുർവർണ്ണയത്തില് ആ ഒരു ബ്രാഹ്മണൻ, അതായത് സാധനാ ചതുഷ്ടയം, ശമം എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ ശർമ്മ എന്ന് പറഞ്ഞാല് ആ ഒരു ക്ഷത്രിയൻ, വർമ്മ എന്നൊക്കെ പറയും. വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഗുപ്തൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദാസൻ. അപ്പോ ഇതാണ് ജാതി പേരുകൾ. അപ്പൊ ശിവൻ എല്ലാവർക്കും മംഗളം കൊടുക്കുന്ന ആളാണ്, അല്ലെ? നിത്യ ചൈതന്യം, മംഗള സ്വരൂപം. ശർമ്മൻ എന്ന് പറഞ്ഞാല് ശംഭുവിനാൽ മോഹിക്കപ്പെട്ടവൾ, ശംഭു മോഹിനി. കലാമയി, കാവ്യകല, ജ്ഞാനകല, 64 കലകളിലും പൂർണ്ണയായിട്ടിരിക്കുന്നവൾ. അങ്ങനെ ശിവന് ദേവിയോട് ഒരിക്കലും എന്താ പറയാ, അഭേദ്യയായിട്ട് ദേവിയോട് അത്ര ഇഷ്ടമാണ്. ധരിത്രി, ഭൂമി, അതിനെ കൊടുക്കുന്നവൾ. സുധ, സുരഭി, ധർമ്മവർദ്ധിനി. ഇപ്പൊ വേദോ ധർമ്മമൂലം എന്ന് പറയാറുണ്ട്. അപ്പൊ വേദം എന്ന് പറഞ്ഞ അറിവ്, ജ്ഞാനി ധർമ്മത്തിൽ ജീവിക്കണു. ഭക്തി എന്നാല് കമ്പാഷൻ, ലവ്, ശ്രദ്ധ എല്ലാം ചേർന്നതിനാണ്. ഈ ഒരു ഗുണങ്ങള്, അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം, ശ്രദ്ധ വേണം, അല്ലെ? അമ്മയെ ഉപാസിക്കുമ്പോഴത്തേക്ക് എന്താ, വളരെ ശ്രദ്ധയോടുകൂടി, സ്നേഹത്തോടുകൂടി, അല്ലെ? നമ്മുടെ അമ്മയാണ്. ഒരമ്മയെ എങ്ങനെയാണോ അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, അതുപോലെ തിരിച്ച് അമ്മയെ നമ്മൾ നോക്കണം. അങ്ങനെയുള്ളവരോ ധന്യ. മരണത്തിന് മുമ്പ് ജീവന് മനസ്സിന് 4 നിലകളുണ്ട്. അതില് ആ ഒരു ധന്യയിലാണ് ജീവൻ പോകുന്നെങ്കിൽ ദേവജന്മം കിട്ടുമെന്ന് പറയാറുണ്ട്. ധന്യ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും ഒരു കൃതകൃത്യത, എല്ലാം, അല്ലെ? ഒരു സമാധാനം, സന്തോഷം, തൃപ്തി. ഇപ്പൊ ഭ്രൂമത്യത്തിൽ കൂടിയാണെങ്കിലും ഉയർന്ന ജന്മം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിലും ഉയർന്നത് ബ്രഹ്മരന്ധ്രം. ഇപ്പൊ ധരസുത, ഭൂമിയിൽ മാത്രമാണ് ആ ഒരു ജനവാസം ഉള്ളത്. ശുക്രനില് ശരിക്കും കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ, സൾഫ്യൂറിക് ആസിഡ് ഉണ്ട്. ചൊവ്വയിൽ ചൂട് കാറ്റ് മാത്രമാണ്. അപ്പൊ ഭൂമി മാത്രമാണ് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ളത്. അതിന് ആ ഒരു അനുഗ്രഹിക്കുന്നവൾ ധരസുത, ഭൂമിയിൽ താമസിക്കാൻ നമ്മളെ അനുഗ്രഹിച്ചയച്ചതാണ് അമ്മ, അല്ലെ? ഇപ്പൊ ശിവന്റെ കയ്യിലെ തൃശൂലം ആ ഒരു 23 ഡിഗ്രി ആക്സിസിൽ ഇരിക്കുകയാണ്. ഭൂമിയുടെ ആക്സിസ് ഇതാണ്, അല്ലെ? അപ്പോൾ ആ ഒരു ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം. പുണ്യപാപങ്ങൾ വിതച്ച് കൊയ്യുന്ന
ആ ഒരു ഫീൽഡ്, വയലാണ് ഈ ശരീരം. അപ്പൊ ഈ ശരീരം ശരിക്കും ആ ഒരു ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത, കിട്ടിയ ശരീരം ആ ശരീരിയെ അറിയാനുള്ള ഉപാധിയായിട്ട് ഉപയോഗിച്ചോണം. ക്ഷേത്രജ്ഞ ബാലിനി ക്ഷയവൃത്തി വിനിർമുക്ത ക്ഷിപ്രപ്രസാദിനി ലോകാതീത ഗുണാതീത, എല്ലാം അമ്മയുടെ ഉയർന്ന നാമങ്ങളാണ്. ഭൃത്യുതത്വം ഉറച്ചാലേ മൂലാധാരം ഉറയ്ക്കുള്ളൂ. എത്ര പൂജകള് എത്ര തീർത്ഥാടനങ്ങൾ ചെയ്താലും മൂലാധാരം എന്ന തത്വം ഉറച്ചില്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അറിവുണ്ടാവില്ല. അതിനാദ്യമായിട്ട് എന്താ വേണ്ടത്? സത്സംഗത്തിൽ നിന്നാണ്. ആ ഒരു സത്സംഗത്തിൽ താല്പര്യം ഉണ്ടാകണം, അല്ലെ? പതുക്കെ പതുക്കെ നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഭൂമിയിൽ എന്ത് വിതച്ചാലും മുളച്ച് ഫലം തരും, ഇല്ലേ? അതുപോലെ ആത്മീയ ബീജം വിതച്ച് ആ ഒരു മഹാഗണപതിയെ വന്ദിച്ച് മറ്റു വിദ്യകളെ വശത്താക്കാൻ സാധിക്കും. ധർമ്മത്തിൽ ജീവിക്കണം, ആത്മീയമായിട്ടുള്ള ആത്മീയ കല വളർത്തണം. അതാണ് മനുഷ്യ ജന്മത്തിലെ ധർമ്മം. ആത്മീയമില്ലെങ്കിൽ ഒരു ഉത്കൃഷ്ട ജീവിതം നയിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പൊ ഭക്തിയും ജ്ഞാനവും വേണം. അപ്പൊ ഇതെല്ലാം തരുന്നതാണ് ഈ ഒരു ദേവി ഉപാസന എന്ന് പറയുന്നത്. ലോകാതീത ഭൂർഭുവസുവ ജന മഹാതപ സത്യ, ഇല്ലേ? 8ാമത്തെ ലോകം. ഭൂമി എന്ന് പറഞ്ഞാൽ 8ാമത്തെ ലോകമാണ്. താഴത്തെ 7 ലോകങ്ങള്. അപ്പൊ ദേവലോകം, ഇന്ദ്രലോകം, വിഷ്ണുലോകം, ശിവലോകം, കൈലാസം, മഹാകൈലാസം, അതിനു മുകളിൽ മണിദ്വീപം. എല്ലാ ലോകത്തിനും മുകളില്. ലോകം എന്നാൽ ജീവൻ എന്നും അർത്ഥമുണ്ട്. ഈ ജീവനും ഈ ഓരോ ശരീരത്തിൽ ഇരിക്കാൻ ആഗ്രഹമാണ്. അപ്പൊ ജീവൻ ഒരു ജീവി എന്ന നിലയിൽ നിന്ന് ആത്മാവെന്ന ബോധം ഉണ്ടാകണം, അല്ലെ? അപ്പൊ പശുപാശ വിമോചിനി, വിശപ്പ് ആഹാരം നിദ്ര എന്നുള്ള ജീവതത്വത്തിൽ നിന്ന് ഉയരണം. അപ്പൊ മനുഷ്യൻ ബുദ്ധി അന്ധകരണങ്ങള് എന്നിവ കൊണ്ട് ഉയർന്നവരാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു ശരിക്കുള്ള ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ദേവിയെ സദാ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ആ ഒരു ട്രൂ സീക്കർ അല്ലെങ്കിൽ ട്രൂ ഡിവോട്ടി എന്ന് പറഞ്ഞാൽ വൺ ഹു സെർച്ചസ് ഹർ വിത്തിൻ. ഇപ്പൊ നമ്മുടെ ഉള്ളില് ദേവിയെ അന്വേഷിക്കണം, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ശരിക്കും ആ ഒരു ദേവി എവിടെയാ? മൂലാധാരം മുതൽ സഹസ്രാരം വരെ എല്ലായിടത്തും എല്ലാ ചക്രങ്ങളിലും അമ്മ തന്നെയായിരിക്കുന്നത്. സഹസ്രാരം എന്ന് പറയുന്നത് വളരെ സട്ടിലായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മമായിരിക്കുന്ന മഹാകൈലാസാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ദ ട്രൂത്ത് ഈസ് ലൈയിങ് ഇൻ ദി മന്ത്ര. മന്ത്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിലൂടെ മനസ്സിനെ വേണം യാത്ര ചെയ്യിച്ച് നമ്മൾ എവിടെ എത്തണം. ശമാത്മിക, ശരിക്കും പറഞ്ഞാല് ആ ഒരു ദേവിയുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന പേരാണ് ശമാത്മിക. കാരണം ശമം എന്നാല് ശാന്തം, സുഖം, ആനന്ദം. ശമമാണ് ദേവിയുടെ ആത്മ, അല്ലെ? ആ ദേവിയുടെ ഉപാസന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ ഒരു ബന്ധൂക പുഷ്പം കൊണ്ട് ദേവിക്ക് ആരാധന ചെയ്യുമ്പോ ദേവി നമുക്ക് എന്താ? ശരിക്കും പറഞ്ഞ ആ ഒരു ദേവിയെ ഏത് രീതിയിൽ കണ്ടാലും ദേവിയെ നമുക്ക് ബാലയായിട്ട് കാണാം, അല്ലെ? ത്രിപുരസുന്ദരിയായിട്ട് കാണാം. ബാല എന്ന് പറഞ്ഞാൽ കളിക്കുന്നവൾ, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ഈ അനേക കോടി ബ്രഹ്മാണ്ടത്തില് ഈ പ്ലാനറ്റ്സിനെ കൊണ്ട്, അതായത് കൊച്ചു ബോള് പോലെ, ഇല്ലേ? കൊച്ചു കുട്ടികൾ ബോൾ എറിഞ്ഞു കളിക്കില്ലേ? അതുപോലെ ബാലാ ത്രിപുരസുന്ദരി കളിക്കുന്നത് അനേക ബ്രഹ്മാണ്ടങ്ങളെ കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ദേവി ഈ ബ്രഹ്മാണ്ടങ്ങളെ കയ്യിൽ വെച്ച് എറിഞ്ഞു കളിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും അത് വ്യാപിച്ചു കിടക്കണു. പരാശക്തി എന്ന് പറഞ്ഞാല് ദേവിയുടെ ഉത്തരവാദിത്തമാണ് പഞ്ചകൃത്യങ്ങള്. ഈ ഈശ്വര കൃത്യങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതെല്ലാം ഒരു കൊച്ചു കുഞ്ഞിന്റെ കളികൾ പോലെയാണ്, അല്ലെ? കിഡ്സ് പ്ലേ എന്നൊക്കെ പറയും. ശരിക്കും അമ്മ ആരാ? ദീർഘസുമംഗലിയായിരിക്കുന്ന സാക്ഷാൽ പരമശിവ പത്നി തന്നെയാണ്. ശിവജ്ഞാന പ്രദായിനിയാണ്, ദീർഘസുമംഗലിയാണ്, അല്ലെ? ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള മംഗളകരമായിരിക്കുന്ന, അല്ലെ? ആ ഒരു തത്വസ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ഏത് സ്ത്രീയെ നമ്മൾ കണ്ടാലും അപ്പൊ അവരുടെ ആ ഒരു ജാതി മത വർണ്ണങ്ങൾ ഒന്നും നോക്കാതെ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ത്രീക്ക് ബഹുമാനം കൊടുക്കണം. കാരണം എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് അമ്മ തന്നെയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാല് ആ ഒരു സുന്ദരി സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ദേവി, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു വിവാഹം കഴിഞ്ഞ സുമംഗലികളായിരിക്കുന്ന സ്ത്രീകളില് ആ ഒരു ദേവിയെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എന്താ? സദാശിവ കുടുംബിനി. അവരുടെ ജീവിതം, ഒരു വിവാഹം കഴിച്ച സ്ത്രീ അവരുടെ ജീവിതം എന്തിനു വേണ്ടിയാ? അവരുടെ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, അല്ലെ? എല്ലാം ദാനം ചെയ്യുന്നവളാണ് പതിവ്രത.
ഇപ്പൊ ശിവൻ ശക്തി എന്ന് പറഞ്ഞാൽ ഇൻസെപ്പറബിൾ ആണ്, ഇൻവിസിബിൾ ആണ്. അപ്പൊ അവര് എന്താ പറയാ, ആ ഒരു ആർക്കും കാണാൻ പറ്റില്ല. കാരണം കാണാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ കഴിയുന്നവരാണ് അല്ലേ. അവരൊരിക്കലും ഒന്നിനും എന്താ പറയാ, ശിവൻ എന്ന് പറഞ്ഞാല് ആ ഒരു ശക്തിയെ നമുക്ക് പ്രകടനങ്ങളിലൂടെ കാണാൻ പറ്റും, അല്ലാതെ സട്ടിലായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ശിവനില്ലെങ്കിൽ ശക്തിയില്ല. അതാണ് പതിവ്രത എന്ന് പറയുന്നത്. ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനില്ല. ശിവൻ ഉണ്ട്, ശക്തിയാണ് പ്രകടനം അല്ലെ. അതുകൊണ്ടാണ് പ്രകാശ വിമർശം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എന്താ പറയാ, ശിവശക്തികളെ പോലെ ഒരു സ്ത്രീ ആരാണോ തന്റെ കുടുംബത്തെ, ഭർത്താവിനെ ഒക്കെ സ്നേഹിക്കുന്നവര്, അവർ ആരാധ്യരാണ്. അവരുടെ പാദ നമസ്കാരം ചെയ്യണം. അതുകൊണ്ട് ദേവി സന്തോഷവതിയാവെന്ന് പറയുന്നു. ഇപ്പൊ ബന്ധൂകം എന്ന് പറഞ്ഞാൽ വലിയ വൃക്ഷം, ചുവപ്പും മഞ്ഞയും കലർന്ന പുഷ്പങ്ങളുള്ള വൃക്ഷമാണത്. ഈ പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതിൽ പ്രീതിയുള്ളവൾ ബന്ധൂക കുസുമപ്രിയ സുവാസിന്യർച്ചന പ്രീതായേ നമ. വളരെ മനോഹരായിരിക്കുന്ന നാമാണ് അമ്മയുടെ. സുവാസിനികൾ എന്ന് പറഞ്ഞാൽ സുമംഗലികള് എന്ന് മാത്രമല്ല അർത്ഥം, നല്ല വസ്ത്രം ധരിച്ചവൾ എന്നൊക്കെ അർത്ഥം. ഒരു സ്ത്രീക്ക് മംഗല്യ വസ്തുക്കള്, മനസ്സില് മന്ത്രം, ബാഹ്യ ശരീരത്തിന് മഞ്ചൾ, കുങ്കുമം, മംഗല്യ ആഭരണം അല്ലെ, താലി, മംഗല്യ താലി. ഇപ്പൊ പുരുഷന് യജ്ഞോപവീതം എന്ന് പറയണു. ആരാണോ ദേവി പൂജ ചെയ്യുന്നത് അവളെ നമസ്കരിക്കുന്നവന്റെ പാപം 1% നമസ്കാരം കിട്ടുന്ന ആളിന് വേണ്ടി ചെന്ന് ചേരും. ഇപ്പൊ കുട്ടികൾ അച്ഛനമ്മമാര് ദേവിയെ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് അല്ലെ. നാം എപ്പോഴും ഭഗവതിയെ നമസ്കരിക്കുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങള് ജന്മജന്മാന്തര കൃതം പാപശോഷണം ആണ് അല്ലെ. നമ്മൾ നമസ്കരിക്കുമ്പോൾ അവിടെ സമർപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഗുരു തഥാസ്തു എന്ന് പറയുമ്പോൾ ആ ഒരു തന്റെ ഗായത്രി മന്ത്രജപത്തിന്റെ ഫലമാണ് തഥാസ്തു എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. ഇതാണ് സമൂഹ പൂജയുടെ തത്വം. ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ. ബിന്ദു തർപ്പണം, അങ്ങനെ ആണുങ്ങളിലെ ശക്തിയുടെ പേരാണ് ബിന്ദു, സ്ത്രീകളിലെ ശക്തിയുടെ പേരാണ് നാദം. അപ്പൊ നാദ ബിന്ദുക്കൾ ചേരുമ്പോൾ ബ്രഹ്മത്തിന്റെ ഉയർന്ന ഭാവം. ബിന്ദു ശിവൻ, നാദം ശക്തി. ഇപ്പൊ ബിന്ദു സ്ത്രീകള് ഭ്രൂമധ്യത്തിൽ ഇടുന്നു ഇല്ലേ, പൊട്ട്, കുങ്കുമപ്പൊട്ട്. അപ്പൊ ബിന്ദു തർപ്പണം, ആ ഭ്രൂമധ്യത്തിൽ ബിന്ദു രൂപത്തിൽ പൊട്ട് വയ്ക്കുമ്പോ ഓം ഹ്രീം നമ എന്ന് ജപിച്ചു വെക്കുക. കാരണം അവിടെ ദേവിയെ കാണണം. ശിവായേ നമ. അപ്പം ഓം ഹ്രീം നമശിവായ പറഞ്ഞ് ജപിച്ചാല് ശിവനാമം ജപിക്കുന്നവനെ പരാശക്തി അനുഗ്രഹിക്കും. ഇപ്പൊ തർപ്പണം എന്നാൽ എന്താ? ഫുഡ് എന്നർത്ഥമുണ്ട്, ആഹാരം, ജലം എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ ജല തർപ്പണം ചെയ്യാൻ കാരണം ആ ഒരു പരബ്രഹ്മ തത്വം ആദിയില് ജലരൂപമായിട്ടാണ് ഇരുന്നത് അല്ലേ, കാരണജലം. ഇപ്പൊ പ്രളയജലം ശമിച്ചതിന് ശേഷമാണ് കാരണജലം ഉണ്ടായി എന്ന് പറയണു. ആദ്യ ജീവന്റെ തുടുപ്പ് കാരണജലത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് 3 അഗ്നികൾ ഉണ്ടായി. ആദിദൈവികം, ആദിഭൗതികം, ആദിവൈദികം. ഇങ്ങനെ 3 അഗ്നികൾ ഉണ്ടായി. ആ ദൈവിക അഗ്നി സൂര്യമണ്ഡലത്തിലും, ഭൗതികം എന്നത് മനുഷ്യന്റെ ശരീരത്തിലും, വൈദിക അഗ്നി വിളക്കിലെ അല്ലെങ്കിൽ യാഗയജ്ഞാദികളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ദൈവിക അഗ്നിയും ഭൗതിക അഗ്നിയും വെള്ളം കൊണ്ട് അണയ്ക്കാം, എന്നാല് മറ്റതിനെ അണയ്ക്കാൻ പറ്റില്ല. വൈദിക അഗ്നി സദാ അത് ജ്യോതിയെ പ്രതിനിധാനം ചെയ്ത് വിളക്കിലെ നാളമായിട്ടും യജ്ഞകുണ്ടത്തിലെ അഗ്നിയായിട്ടും വിളങ്ങുകയാണ്. ഇപ്പൊ പരമാത്മാവ് അഗ്നി സ്വരൂപമാണ്. മനുഷ്യന്റെ ഏത് ഭൗതിക നല്ല കാര്യങ്ങളിലും അഗ്നി അല്ലെങ്കിൽ വിളക്ക് പ്രധാനമാണ് അല്ലെ. വിളക്ക് കത്തിക്കുന്നു. അപ്പൊ ആ വിളക്ക് കത്തിക്കുന്നത് തന്നെ ബിന്ദു തർപ്പണമാണ്. എല്ലാ അഗ്നിക്കും കാരണം എന്താ? ജലം തന്നെയാണ്. ഇപ്പൊ എല്ലാ ഉൽപ്പത്തിക്കും കാരണമാണ് ജലം. മഞ്ഞള് കുങ്കുമത്തിൽ എപ്പോഴും ജലാംശം കാണും. അപ്പൊ ബിന്ദുവായിരിക്കുന്ന ശിവന്, കുങ്കുമം ദേവിക്ക്, ഇത് രണ്ടും കൂടി ചാർത്തുമ്പോ ദേവി അതിസന്തുഷ്ട. അതുകൊണ്ടാണ് നമ്മൾ ആജ്ഞാചക്രത്തില് കുങ്കുമം വയ്ക്കുമ്പോ ഓം നമശിവായേ, ഓം നമശിവായേ നമശിവായ, അല്ലെങ്കിൽ വെറും നമശിവായ, ഓം ഹ്രീം നമശിവായ. അതിനെയാണ് ശക്തി പ്രണവം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ ദേവി വളരെ സന്തോഷിക്കണു. അപ്പൊ അഗ്നി സ്വരൂപൻ രുദ്രൻ ശിവൻ അല്ലെ, ദേവി ശിവശക്തി സ്വരൂപിണി. ഒരു ശ്രീചക്രം 43 ത്രികോണങ്ങള്, അതിൽ 9 ചക്രേശ്വരികള്, 9 ആവരണങ്ങള്. ഇതിന് മധ്യത്തിലുള്ള ചക്രം സർവാനന്ദമയ ചക്രം. ഈ ത്രികോണത്തിനുള്ളിൽ വസിക്കുന്ന ആ ഒരു ബിന്ദു കാമേശ്വരൻ. ശ്രീചക്ര പ്രതിഷ്ഠ തന്നെ കാമേശ്വരനിലാണ്. അതിൽ നിന്നാണ് കാമേശ്വരി. പിന്നെ ആ ഒരു പ്രപഞ്ചമാകുന്ന ആ നാമരൂപങ്ങൾ. ഇപ്പൊ സനാതന ധർമ്മം ഉണ്ടായത് തന്നെ ശ്രീചക്രത്തിൽ നിന്നാണ് അല്ലെ. ആ ഒരു ജോമെട്രിക്കൽ ഫോം, പൂർവ്വ ജന്മ പിറവിക്ക് മുമ്പിലുള്ള മൂലപ്രകൃതി. ജ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നർത്ഥം. പൂർവം എന്ന് പറഞ്ഞാൽ പ്രകൃതി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ശക്തി.
ശ്രീചക്രത്തിൽ 4 ഊർധ്വമുഖ ത്രികോണങ്ങൾക്കും 5 അധോമുഖ ത്രികോണങ്ങൾക്കും നടുവിലാണ് ബിന്ദു. അപ്പൊ ബിന്ദു തർപ്പണ സന്തുഷ്ടായി നമ. അപ്പൊ ആ ഒരു പൂർവം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഭാഗം അല്ലെ, കിഴക്ക് ഭാഗം. അപ്പൊ ത്രിപുരാംബികായി നമ, ത്രിപുര സുന്ദരി. ത്രിപുരങ്ങളെ നമുക്കറിയാം, ഇന്നലെ, ഇന്ന്, നാളെ. ബ്രഹ്മാവിഷ്ണു രുദ്രൻ, ദുർഗാലക്ഷ്മി സരസ്വതി, ഇട പിങ്കള സുഷുമ്ന, സത്വം രജസ് തമസ്, ഇങ്ങനെ ഉണ്ടായതെല്ലാം തന്നെ എന്താ പറയാ, ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇതെല്ലാം മൂന്നാണ്. ഈ ഉണ്ടാക്കിയവളെയാണ് നമ്മൾ പൂർവജ. ദേവി ഉണ്ടായി, അതിൽ നിന്ന് പ്രപഞ്ചമാകുന്ന നാമരൂപങ്ങൾ ഉണ്ടായി. അപ്പൊ എല്ലാ ത്രിപുരങ്ങൾക്കും അധിഷ്ഠാത്രി ത്രിപുരാംബിക. അതിരഹസ്യ മന്ത്രാണ്. കാരണം മനുഷ്യൻ എന്ന ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന കുണ്ടലിനി ശക്തി. ഇപ്പൊ പ്രാണൻ സദാ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരം വരെ സഞ്ചരിക്കുന്ന ശക്തി. അതൊരു ഓവൽ ഷേപ്പില്, അതിനെയാണ് ഹിരണ്യഗർഭ. ശിവലിംഗ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ കുണ്ടലിനി രൂപത്തിൽ ശരീരത്തിൽ ഇരിക്കുന്നു. ഇപ്പൊ മൂലാധാരത്തിൽ നിന്ന് അനാഹതം വരെ സഞ്ചരിക്കുന്ന കുണ്ടലിനി അഗ്നി കുണ്ടലിനി. അനാഹതം വരെ, അതായത് അനാഹതം മുതൽ ഭ്രൂമത്യം വരെ സൂര്യകുണ്ടലിനി, ഭ്രൂമത്യം മുതൽ ദ്വാദശാന്തം വരെ ചന്ദ്രകുണ്ടലിനി. ഇപ്പൊ സഹസ്രദളം ആ ഒരു നടുവില് ബിന്ദു മധ്യത്തിലുള്ളത് പരാകുണ്ടലിനി. ഇപ്പൊ പര എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ, അതിസൂക്ഷ്മം. നമ്മുടെ ശരീരം ശ്രീചക്രമാണ്, അതില് ശിരോമധ്യത്തിൽ ഇരിക്കുന്നു. ബിന്ദുവില് വിരൽ സ്പർശിച്ചാൽ പോലും അത് ബിന്ദു തർപ്പണമാണ്. ഇപ്പൊ മോതിര വിരൽ കൊണ്ട് തൊടണം. തള്ളവിരൽ ഒഴിച്ചുള്ള 4 വിരലുകൾ ഇല്ലേ, അതില് 12 ഖണ്ഡങ്ങള്, രാശിചക്രത്തിലെ 12 രാശികള്. അതില് മോതിര വിരലിലെ 2ാമത്തെ ഖണ്ഡം ബിന്ദു, അത് ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയാ, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എന്താ തൊട്ട് ഇരിക്കാമെങ്കിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാം എന്ന് പറയണു. അപ്പൊ ദേവി ആവാഹനം അങ്ങനെയാണ് അല്ലെ, ബ്രഹ്മണേ സ്വാഹ എല്ലാം ആ വിരല് കൊണ്ടാ ചെയ്യുന്നത്. ആ വിരലിന്റെ 2ാമത്തെ ഖണ്ഡത്തിൽ തൊട്ടാലും ബിന്ദു തർപ്പണമാണ്. ഇപ്പൊ പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയുന്ന 3 ഖണ്ഡങ്ങള്. നമ്മുടെ ആത്മശക്തി കുണ്ടലിനി ശക്തി, നമ്മുടെ ആത്മാവിനും ശക്തി കിട്ടിയത് വേറൊരു എന്താ പറയാ സോഴ്സിൽ നിന്നാണ്. ആ ഉറവിടത്തിന്റെ പേരാണ് കാമേശ്വരൻ. ഇപ്പൊ കാമേശ്വരന്റെ ആത്മശക്തി ലളിത മഹാത്രിപുര സുന്ദരി, ശിവന്റെ ആത്മാവ് ശക്തി ത്രിപുരാംബിക, സർവാനന്ദമയ ചക്രം ഭ്രൂമത്യം. അവിടെ 3 ശക്തികള്, ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെ, സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങള്. മനസ്സ് അവസാനിക്കുന്ന സ്ഥലമാണ് അല്ലെ. ഇപ്പൊ ഗുണങ്ങൾ ഈക്വൽ ആയിരുന്നാൽ അതിന് മൂലപ്രകൃതി എന്ന് പേര്. 33.33% സത്വം, 33.33% രജസ്, 33.33 തമസ്. അപ്പൊ ഇതിൽ 100% മൂലപ്രകൃതി. ഇതില് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് പ്രകൃതിയെ വികൃതിയാക്കുന്നത്. അപ്പൊ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് സ്വഭാവം, ബുദ്ധി, കർമ്മം എല്ലാം മനുഷ്യന്. വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന പേരിൽ 8ാമത്തെ ചക്രത്തിൽ ഇരിക്കുന്ന 3 ശക്തികള് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നിവരുടെ അമ്മയാണ് ത്രിപുര സുന്ദരി. ഇപ്പൊ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഇതെല്ലാം തന്നെ ആ ഒരു അധിഷ്ഠാത്രിയായവൾ, എല്ലാ ശക്തികൾക്കുമുള്ള മൂലശക്തി, എല്ലാ ശക്തികളെയും ഉണ്ടാക്കുന്നത് ഈ മൂല ത്രികോണമായിട്ടിരിക്കുന്നവൾ, സർവാനന്ദമയ ചക്രം അല്ലെ. ഇപ്പൊ ശ്രീചക്രം എന്നർത്ഥം. ഈ ശ്രീചക്ര പൂജ ചെയ്യുന്നവർക്ക് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ പ്രപഞ്ച ശക്തികളെല്ലാം തന്നെ ശ്രീചക്രത്തിലുണ്ട്. ഈ ആനന്ദമയ ചക്രത്തിലെ, അതായത് മനുഷ്യന്റെ ഭ്രൂമധ്യത്തിൽ ഇരിക്കണു. ഇവിടെ ചന്ദനം, എന്താ പറയാ കുങ്കുമം, മണ്ണ് ഇതെല്ലാം നമ്മുടെ നെറ്റിയിൽ ബിന്ദു രൂപത്തിൽ വെക്കാം. അപ്പൊ ദേവിക്ക് ആ ഒരു പരശുരാമൻ 48 തരത്തിലുള്ള ആഭരണങ്ങൾ കൊടുത്തു, 64 ഉപചാരങ്ങള്. ശ്രീചക്രം പത്മമിട്ട് ചെയ്യുന്നത് ഉത്തമമാണ്. ശ്രീചക്രത്തെ സങ്കല്പിച്ച് പുരിക മധ്യത്തിൽ പൊട്ടുവച്ചാലും സ്ത്രീകൾക്ക് ആ ദേവി പൂജയായിട്ട് കാണാം. ഇട പിങ്കള നാഡിയിൽ ഒരുമിക്കുന്ന ജംഗ്ഷൻ. അപ്പോ ആ ഒരു ഇട പിങ്കള നാഡികള് ഇട പിങ്കള നാഡികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വലത് ഇടത്തുള്ള തള്ളവിരലിൽ നിന്ന്. അത് ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുന്നത് മൂലാധാരത്തിലാണ്, പിന്നെ 2ാമത് കണ്ഠത്തില്, 3ാമത് ഭ്രൂമധ്യത്തില്. ഇപ്പൊ മഹാജംഗ്ഷൻ അല്ലെ, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഭ്രൂമധ്യമാണ്. നമ്മുടെ കഴിഞ്ഞ ജന്മ പാപ പുണ്യങ്ങള്, ഈ ജന്മ പാപ പുണ്യം എല്ലാം ഇട പിങ്കള, അതിന്റെ നടുക്ക് സാക്ഷി രൂപത്തില് പരാശക്തിയാകുന്ന മേരുദണ്ഡം. ഇപ്പൊ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചേരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മുടെ ഉള്ളിലും പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലതും ചീത്തയും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പൊ കാലിന്മേല്
കാലിടുക, അല്ലെ വൃത്തികേടായിട്ട് ഡ്രസ്സ് ഇടുക, ഇരിക്കുന്നവർ ആ ഒരു ഇരിക്കുക, ഇവർക്കൊന്നും സാധനയാകുന്ന കുണ്ടലിനി യോഗത്തിന് അർഹമല്ല. കാരണം ദേവി എന്താ പറയാ, ആ ഒരു കമല എന്ന് പറയുന്ന തിരുവാരൂരിലെ കമലാദേവി എന്ന് പറയുന്നത് യോഗ സ്വരൂപത്തില് കാലിന്മേ കാലിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യോഗ മുദ്രയാണ്, യോഗിക് പോസ്റ്ററാണ്. കാരണം അതിന് മേളിൽ ഒന്നും ഇല്ല എന്നുള്ളത് കാണിക്കണം. സാധാരണ സ്ത്രീകൾ ഒരിക്കലും കാലിന്മേ കാലിട്ടിരിക്കാൻ പാടില്ല, വൃത്തികേടായിട്ട് ഡ്രസ്സ് ധരിച്ച് ദേവിക്ക് പൂജ ചെയ്യാൻ പാടില്ല. ഇതൊന്നും സാധനയില് കുണ്ടലിനി യോഗത്തിന് എന്താ പറയാ അർഹരല്ല എന്നാ പറയുന്നത്. ഇന്ന് നമുക്ക് കാണാം യോഗ എന്നുള്ള പേരിൽ എന്താണ് നടക്കുന്നതെന്നല്ലേ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഭ്രൂമത്യത്തിലാണ്, ഇടാപിങ്കള ചേരുന്ന ഭ്രൂമത്യത്തിലാണ് ഈ പറഞ്ഞ എന്താ പറയാ ആ ഒരു പോയിസൺ ധാരധാരയായിട്ട് വരുന്നത്. അവിടെ മനത്തത്വം ലയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മഞ്ഞൾ, കുങ്കുമം, ഹരിചന്ദനം മാത്രം ഇടണം. ആ ഒരു എന്താ പറയാ നമ്മള് ഗോരോ ചന്ദനം, വില്വപത്രം, അല്ലാത്ത ചന്ദനം, തുളസി എല്ലാ ദേവവസ്തുക്കളാണ്. ഭ്രൂമത്യം എപ്പോഴും ശുദ്ധമാക്കി വെക്കണം. അപ്പൊ അവിടെ ആ ഒരു മനസ്സില് നടക്കുന്ന ആ ഒരു മനസ്സ് കൺട്രോള്, മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുന്ന സ്ഥലമാണത്. ഇപ്പൊ സീമന്തരേഖയില് ആ ഒരു ജഗന്യ എന്ന് പറയുന്ന 72,001 ഒന്നാമത്തെ ഞരമ്പ്, സ്ത്രീകൾക്ക് ആ ഒരു കനി എന്ന കുഞ്ഞിനെ ഉണ്ടാക്കാൻ ശക്തി കൊടുക്കുന്ന ആ ഒരു ഞരമ്പാണ് അവിടെ ഉള്ളത്. ആ കന്യ എന്നാല് പ്രസവിക്കാൻ കഴിവില്ലാത്തവളെന്ന അർത്ഥം. അപ്പൊ 10 വയസ്സിന് മുമ്പ് ആ ഒരു മെൻസ്ട്രേഷൻ നടന്നു തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ. അപ്പൊ എന്നാൽ ജനിപ്പിക്കുക. അപ്പൊ ആ ഒരു ദശമുദ്ര സമാരാധ്യ, ദേവിക്ക് മുദ്രകൾ വളരെ ഇഷ്ടമാണ്. ദേവിക്ക് തന്ത്രം, യോഗം വളരെ ഇഷ്ടം. തന്ത്രം എന്നാൽ മനസ്സ്, വാക്ക്, കർമ്മം മൂന്നും ഒന്നാകണം. തന്ത്രശാസ്ത്രം, യോഗശാസ്ത്രം. ദേവി പൂജയ്ക്ക് 10 പ്രധാന മുദ്രകള്. നവാഭരണ പൂജയില് 9 ചക്രേശ്വരികൾക്ക് 9 മുദ്രകള്. ഓരോ ഉപചാരത്തിനും ഓരോ മുദ്രയുണ്ട്. മുദ്ര കാണിക്കുന്നത് ദേവതയുടെ എനർജി, ആ ഒരു എനർജിയിൽ നമ്മിലുണ്ടാകും. ദേവിക്ക് തൃപ്തമായിരിക്കുന്ന ആരാധന ദശമുദ്രകളാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ദശമുദ്ര സമാരാധ്യ. ദേവിക്ക് നേരിട്ട് ആ ഒരു ഇന്ററാക്ഷൻ, ഒരു റിലേഷൻഷിപ്പ്, അമ്മ മകൾ എന്നുള്ളത് അല്ലേ. അവിടെ വേറൊന്നും പ്രശ്നമല്ല. സർവ സംക്ഷോഭിണി, സർവ വിദ്രാവിണി, സർവ ആകർഷിണി, സർവ വശങ്കരി, സർവ ഉന്മാദിനി, സർവ മഹാങ്കുശ, ഖേചരി, സർവ ബീജ, ത്രിഖണ്ഡ. 10ാമത്തെ മുദ്രയാണ് ത്രിഖണ്ഡ. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. അതിലേറ്റവും തൃപ്തി ഈ മുദ്രയാണ്. സർവ അഭീഷ്ടങ്ങളും കൊടുക്കുന്ന മുദ്രയാണ്. സർവാർത്ഥ സാധക ചക്രത്തില് ദേവി ത്രിപുര എന്ന നാമത്തിലാണ് ഇരിക്കുന്നത്. ഈ ദേവിക്ക് ത്രികണ്ഠ മുദ്ര വളരെ തൃപ്തി. കാരണം സർവാർത്ഥ സാധിന്യ നമ എന്ന് പറയണം. കാരണം ജ്ഞാനമുദ്ര ഏറ്റവും ഉയർന്ന മുദ്രയാണ്. ചിത്ത് എന്നാല് ആ ഒരു തെളിഞ്ഞ ബുദ്ധി അല്ലെ, അറിഞ്ഞ ജ്ഞാനം, ചിത്തം. അപ്പൊ അതായത് ജ്ഞാനം കിട്ടിയ അവസ്ഥ. ജ്ഞാനമുദ്ര ചിന്മുദ്രയാണ്. ജീവാത്മ പരമാത്മ യോഗത്തെയാണ് കാണിക്കുന്നത്. 3 വിരലുകൾ, അതായത് ബോഡി, മൈൻഡ്, ഇന്റലക്ട് അല്ലെ, ശരീരം, മനസ്സ്, ബുദ്ധി. അപ്പൊ നാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഈ കടന്ന് ഇല്ല, ഇതിനെല്ലാം ഓവർകം ചെയ്ത് ആ ഒരു ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഈ 3നെയും അതിക്രമിച്ച് നിൽക്കുന്ന അവസ്ഥ. അപ്പോ ഭൂർഭുവ സുവ 3 ലോകങ്ങള്. അതിനു മുകളിലാണ് മഹർലോകം എന്ന് പറയുന്നത്. 365 ദിവസവും അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ. ദേവി പാദങ്ങൾ അവിടെയാണെന്ന് പറയണു. ശരീരത്തിലെ മൂലാധാരം മുതൽ 6 പടികള്. 7ാമത്തത് വ്യാഹൃതി അഥവാ ചക്രം. ഇപ്പൊ 7 വ്യാഹൃതികളിൽ 4ാമത്തതാണ് മഹർലോകം എന്ന് പറയുന്നത്. 7ാമത്തത് മഹർലോകം, ചൈതന്യവത്തായിരിക്കുന്ന ലോകം. നമ്മുടെ പാപം, അജ്ഞാനം അല്ലെ, അതായത് ഡാർക്ക്നെസ്, അതിൽ നിന്നുള്ള മുക്തമായിട്ട് ചൈതന്യ ലോകത്തെത്തിയാല് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് നമ്മൾ അതായിട്ട് തീരും. വളരെ വ്യക്തമായിട്ട് സൗന്ദര്യലഹരിയിൽ പറയണു, അവിദ്യാനാം അന്തസ്തിമിരമിഹിര ദ്വീപ നഗരി ജഡാനാം ചൈതന്യ സ്തപക മകരന്ത ശ്രുതിഞ്ചരി. അമ്മ നമ്മളില് ചൈതന്യവത്തായിട്ട് പ്രകാശ നഗരത്തിന്റെ ഉടമയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. അവിദ്യാനാം, അവിദ്യയുള്ളവർക്ക്, അന്തസ്തിമിരമുള്ളവർക്ക്, അതായത് അജ്ഞാനത്തിൽ കിടക്കുന്നവർക്ക്. തിമിരം എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ട് അല്ലെ. അവർക്ക് ദേവി ഒരു പ്രകാശ ദ്വീപായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അമ്മ തന്നെയാണ് നമ്മളെ എല്ലാത്തിലും കടത്തി വിടുന്നത് അല്ലെ. അപ്പോ ആ ഒരു ചൈതന്യ ലോകത്ത് നമ്മൾ എത്തിച്ചേരണം അല്ലെ. അതിനാണ് നമുക്ക് ഗുരു വരുന്നത്. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ഗുരുവിലൂടെ നമ്മൾ നമസ്കരിക്കുന്നത് സാക്ഷാൽ സദാശിവനെയും പരാശക്തിയും തന്നെയാണ്. ഗുരു രൂപം, നമ്മുടെ ഇമ്മീഡിയറ്റ് ഗുരു മുതൽ ഗുരു പരമ്പരയിലൂടെ എത്തിച്ചേരുന്നത് ഈ മഹാശക്തി പാദങ്ങളിൽ തന്നെയാണ്.
നമ്മുടെ ഐഡന്റിറ്റി, ഞാൻ എന്ന് പറയുന്ന അഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചെങ്കിൽ മാത്രമേ പരമാത്മാവായിട്ട് തീരാൻ പറ്റൂ, ഇല്ലേ? അതിനെയാണ് ആത്മവിദ്യ. സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതാകുക. ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ശക്തി. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയാറുണ്ട്. അതുതന്നെ ജ്ഞാനം. സർവം ശക്തിമയം ജഗത്ത് എന്ന സത്യം ജ്ഞാനമുദ്രയിലൂടെ ദേവിയില് ആ ഒരു ബിന്ദു തർപ്പണം ചെയ്യുമ്പോൾ അയാൾക്ക് ആ ജ്ഞാനം ഉണ്ടാക്കി തരും, ഇല്ലേ? ഇതാണ് ഹൈ ലെവൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്നത് ഇതാണ്, അല്ലെ? അറിയേണ്ടത്, അറിവ്, അറിയുന്നവൻ എല്ലാം പരാശക്തിയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഇൻഗ്രീഡിയൻസ്, അല്ലെ? 24 തത്വങ്ങൾ അമ്മയാണ്. ഇതിനകത്ത് അതിനെ എല്ലാം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയും അമ്മയാണ്. ഇതെല്ലാം അറിയുന്നവൻ, അല്ലെ? അറിയപ്പെടുന്ന അറിവ്, ഇതെല്ലാം തന്നെ ഒരാളേ ഉള്ളൂ. ഇത് പരാശക്തിയാണെന്ന് അറിയുന്നത് തന്നെയാണ് ഏറ്റവും ഉയർന്ന ശ്രീവിദ്യ. ജ്ഞാന ജ്ഞാതൃ ജ്ഞേയം, അല്ലെ? അപ്പൊ ജ്ഞാനം ജ്ഞേയം എല്ലാം അമ്മ തന്നെയാണ്, ദേവിയാണ്. ദേവി ആ ഒരു വാടകയ്ക്കെടുത്ത ശരീരമാണ് നമ്മുടെ ഈ ശരീരം. അതില് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമാകുന്ന അന്ധകരണങ്ങള് അതിലൂടെ ആ ഒരു കടന്നാല് ആരെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും, തിരിച്ചറിയണം. അതുതന്നെയാണ് മോക്ഷം, അതുതന്നെയാണ് മനുഷ്യ ജന്മ ലക്ഷ്യവും, ഇല്ലേ? ഇതാണ് മോക്ഷ സാധന എന്ന് ഇതിനെ പറയാൻ കാരണം. ബാക്കിയെല്ലാം അജ്ഞാനാണ്. ആ ഒരു പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം, വീണ്ടും ഗർഭപാത്രങ്ങളിൽ പ്രവേശിക്കുക, ജനിക്കുക, മരിക്കുക, അല്ലേ? ദേഹം ദേഹി, ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണു. എപ്പോഴും ഈ സത്യം അറിയുന്നവരെ ഇത് തുടർന്നേ തീരുള്ളൂ. വിദ്യയും അവിദ്യയും അമ്മയാണ്, ദേവിയാണ്. ഈ ശരീരം വർക്ക് ചെയ്യുന്നത് ഹോർമോൺസ് കാരണം കൊണ്ടാണ്. ദേവിയുടെ ഏതെങ്കിലും ഒരു ഹോർമോൺ കുറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഡിഫക്റ്റ് ശരീരത്തിനുണ്ടാകും. അപ്പൊ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. യോനിമുദ്ര ത്രിഖണ്ഡേശി, യോനിമുദ്രയെ മഹായോഗിനിയുടെ മുദ്രയായിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെ? ആ ഒരു പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം, ഈ ഖണ്ഡങ്ങൾക്കെല്ലാം തന്നെ എല്ലാ ത്രികോണങ്ങൾക്കും അംബികയായിട്ടിരിക്കുന്നവൾ. ത്രികോണായൈ നമ, അല്ലേ? അപ്പോ ദുഃഖം, പാപം, അശുദ്ധം, അപകീർത്തി, എല്ലാ ദുഃഖങ്ങള് ഇതെല്ലാം പോകാനായിട്ട് അനഘ, അതായത് ശരിക്കും പറഞ്ഞാല് അത്ഭുത ചാരിത്രിയായേ നമ. അപ്പൊ ആ മന്ത്രം വളരെ പ്രധാനമാണ്. കാരണം യോനിമുദ്ര എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാല് ഈ ആ ഒരു മദർഹുഡ്, ഷീ ഈസ് ദ കോസ് ആൻഡ് മദർ ഓഫ് ഓൾ ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയായിട്ടിരിക്കുന്നവൾ. അപ്പം യോനിമുദ്ര കാണിച്ച് അമ്മയെ തൊഴുമ്പോ എന്താ? അമ്മ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി കാരണമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ഞാൻ അറിഞ്ഞു, അമ്മയാണ് എല്ലാം, അല്ലെ? ഇപ്പൊ മൂലാധാരം, മണിപൂരകം, ബ്രഹ്മരന്ധ്രം, ഇല്ലേ? അവിടെ എല്ലാം തന്നെ ദേവി ആ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചക്രങ്ങളാണ്. അവിടെ അമ്മ ഇരിക്കുകയാണ്, ഇല്ലേ? അവിടുത്തെ സൂപ്പർവൈസർ ആയിട്ട് ഈ ചക്രങ്ങളെ എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അല്ലേ? അപ്പൊ ആ 3 ഗുണങ്ങളെ, ആ ഗുണങ്ങളെല്ലാം അതിക്രമിച്ചുകൊണ്ട് തുരീയത്തിലെത്തി ആ ഒരു ലിബറേഷൻ എന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതും ഈ അമ്മ തന്നെയാണ്. പക്ഷെ അമ്മയോട് ആവശ്യപ്പെടണം, അല്ലേ? ടോട്ടലായിട്ട് ഞാനെന്ന ഭാവത്തെ വിട്ട് ടോട്ടൽ സറണ്ടർ ചെയ്യണം. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ ത്രികോണങ്ങളിലും, അല്ലെ? ഷീ റിസൈഡ്സ് ഇൻ എവറി ത്രികോണ ഇൻവിസിബിളി, കാണാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷ്മമായിട്ട്, ഇൻവിസിബിൾ ആയിട്ട്, ശിവശക്തി സ്വരൂപമായിട്ട്, ശിവശക്തി സ്വരൂപിണിയായിട്ട്, അല്ലെ? ആ ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ പോലെ എല്ലാം തന്നെ അമ്മ എല്ലാത്തിലും ലൈഫ് ട്രോൺ ആയിട്ട്, അല്ലെ? ഷീ ഡ്വെൽസ് ആസ് ലൈഫ് ട്രോൺ. നമുക്ക് ആ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ തരുന്ന ശക്തിയായിട്ട് എല്ലാത്തിനും നടത്തിക്കൊണ്ട് എനർജി ആയിട്ട്, അല്ലെ? ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ? ഈ ശരീരം ഇല്ല. ഈ ശരീരം ഉണ്ടോ? അത് ജഡമായി തീരും, അല്ലെ? ആ ചേർന്നിരിക്കുന്നതെല്ലാം വിഘടിച്ച് എന്താ തിരിച്ച് പ്രകൃതിയിലേക്ക് ചേരും. എന്തിനെയാണോ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്, കുടുംബിനിയായിട്ടിരിക്കുന്ന സദാശിവ കുടുംബിനിയായിട്ട്, ശിവജ്ഞാന പ്രദായിനിയായിട്ട്, തന്റെ മക്കൾക്കെല്ലാം അമ്മയായിട്ട്, അല്ലെ? ആശ്രയ സ്വരൂപിണിയായിട്ട്, ആപത്തിലും സമ്പത്തിലും, അല്ലേ? നമുക്ക് ദുഃഖം വരുമ്പോ ആരാണ് ആശ്രയം? ഈ പരാശക്തിയുടെ പാദപത്മങ്ങൾ തന്നെയാണ്, അല്ലേ? നമ്മൾ പറയും ആപതിക്കും കരണീയം എന്നല്ല. ആപത്തിലല്ല അമ്മയെ സ്മരിക്കേണ്ടത്, സമ്പത്തിലും സ്മരിക്കണം, അല്ലെ? ആ യുഗളങ്ങള് നമ്മുടെ മനസ്സിൽ എന്നും പ്രതിഷ്ഠിതമായിരിക്കണം. അമ്മയ്ക്ക് മാത്രമേ നമ്മളെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഭക്ത സംരക്ഷണ അമ്മയ്ക്ക് മാത്രമാണ്. ഭക്തി യോഗം എന്ന് പറയുന്നത്, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അല്ലെ? ഇതെല്ലാം തന്നെ എന്താ പറയാ,
ശരിക്കും പറഞ്ഞാൽ ഈ യോഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവിയെ നമ്മൾ ആരാധിക്കേണ്ടത്. ഭക്തി ഉണ്ടായിരിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം, അതിലൂടെ നമ്മൾ ജ്ഞാനം നേടണം അല്ലെ. ആ ഒരു ആ ചിന്താമണി ഗൃഹാന്തസ്ഥ, നമ്മുടെ ഉള്ളിൽ ചിന്താമണി ഗൃഹത്തിലിരിക്കുന്ന ആ ദേവി നമുക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്തൻ എന്താ കൊടുക്കുന്നത്? ലിബറേഷൻ. അതിന്റെ പേരാണ് സെൽഫ് റിയലൈസേഷൻ, മോക്ഷം അല്ലെ. അപ്പോ ഈ എന്താ പറയാ, ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ ആ ദേവിയുടെ വിഭൂതികളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആ ഒരു വളരെ ദീർഘമായിട്ട് വിഭൂതി വിസ്താര മാർഗ ഭേദ സാമരസ്യം വളരെ വിസ്തരിച്ച് തന്നെ അമ്മയുടെ 400 ശിഷ്ട നാമങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. അതിന്റെ സംഗ്രഹം, ഇനി നാമാർത്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. സംഗ്രഹം പറയാൻ കാരണം എന്താ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഈ സഹസ്രനാമം പഠിച്ചത് കൊണ്ട്, 1000 നാമങ്ങൾ ജപിച്ചത് കൊണ്ട് എന്ത് കിട്ടി അല്ലെ? എനിക്ക് എന്നെ കിട്ടി, അത്രയുമേ നമുക്ക് പറയാൻ പറ്റൂ. ആത്മവിദ്യയാണ് അതിലെ ആത്മാവ്. എന്റെ ഉള്ളിലിരിക്കുന്ന ഞാന് ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനത്തെ അധ്യായം ശിവശക്തി ഐക്യ രൂപമാണ്. ആ ഒരു ലാസ്റ്റ് 10-12 നാമങ്ങളിലൂടെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന വാഗ്ദേവതകളിലൂടെ നമുക്ക് കിട്ടിയ ആ മഹാതത്വങ്ങള് എല്ലാം തന്നെ അവസാനമാണ്. കാരണം നമ്മൾ മാതയിൽ തുടങ്ങി ശിവശക്തിയിൽ അവസാനിക്കുകയാണ്. ഇത് തന്നെയായിരിക്കും ഒരു ജീവന്റെ യാത്രയും ഇല്ലേ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും അമ്മയുടെ പാദത്തിൽ ശരണാഗതി ചെയ്തുകൊണ്ട് ഭക്തി ഭാഗ്യം യശ ജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്ത് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.